ഹല്ലേലൂയ. കർത്താവിൻ്റെ നല്ല നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല രാത്രി വേളയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്തൃദാസൻ പറഞ്ഞതുപോലെ വളരെ പെട്ടെന്ന് പ്രിയ ജോബി പാസ്റ്റർ വിളിച്ച് പറഞ്ഞതാണ്. ഞാൻ എനിക്കൊന്ന് തൊട്ടടുത്തൊരു സെമിനാരി ഉണ്ട്, സത്യവേദ സെമിനാരി മുളയറയ്ക്കടുത്ത്. അവിടെയാണ് കർത്താവിൻ്റെ വേലയിൽ ദീർഘവർഷങ്ങളായിരിക്കുന്നത്. കർത്താവിൻ്റെ ദാസനെ ഇവിടെ വന്നാണ് പരിചയപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലത്തിനടുത്താണ് എൻ്റെ വീട്, ചെങ്കവിള എന്ന് പറയും. വർഷങ്ങളായിട്ട് ശുശ്രൂഷ ഏകദേശം 21 വർഷമായി കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കുന്നു. കുടുംബം, ഒരു മകളുണ്ട്, അവൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞങ്ങൾ കുടുംബമായി ശുശ്രൂഷയിലായിരിക്കുന്നു. എന്നെക്കുറിച്ച് ഞാൻ പറയുമെന്ന് പറഞ്ഞതുകൊണ്ട് ഒറ്റ കാര്യം പറയാം. എൻ്റെ അപ്പനും അമ്മയ്ക്കും വിവാഹം കഴിഞ്ഞ് 2 ആൺമക്കൾ എനിക്ക് മുമ്പുണ്ടായിരുന്നു. മൂത്തവൻ 2 വയസ്സായപ്പോൾ മരിച്ചുപോയി. രണ്ടാമത്തവൻ ഗർഭത്തിൽ തന്നെ ജനിച്ചു. അതിനുശേഷം അവർക്ക് 8 വർഷം മക്കളില്ലായിരുന്നു. അപ്പോൾ ഈ പണ്ട് കാലത്ത് നമ്മുടെ വീടുകളിലൊക്കെ പ്രാർത്ഥനയ്ക്ക് വരുന്ന അമ്മമാരുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഗ്രാമത്തിൽ അവിടെയൊക്കെ ഈ ഒരു അമ്മച്ചി പ്രാർത്ഥനയ്ക്ക് വരുമായിരുന്നു. ഈ അമ്മച്ചി പ്രാർത്ഥനയ്ക്ക് വന്ന് വീട്ടിൽ കയറി ബൈബിളൊക്കെ കൊണ്ടുവച്ച് പ്രാർത്ഥിച്ചിട്ട് അമ്മയോട് പറയും, നിൻ്റെ പ്രശ്നങ്ങളെ ദൈവം മാറ്റും. അപ്പോൾ എൻ്റെ അപ്പന് 6 സഹോദരങ്ങളാണ്. അതിൽ മൂത്ത വലിയപ്പന് 8 മക്കളുണ്ട്. അപ്പോൾ രണ്ടാമത്തെ വലിയപ്പന് 6 മക്കൾ, അന്നത്തെ പോലെ. അപ്പോൾ എൻ്റെ പപ്പയാണ് ഏറ്റവും ഇളയത്. അപ്പോൾ അവർക്ക് മക്കളില്ല. അപ്പോൾ കുടുംബത്തിലെ സാഹചര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ അമ്മയുടെ വിഷമം, പപ്പയുടെ വിഷമവും ഒക്കെ മനസ്സിലാക്കി അമ്മച്ചി പ്രാർത്ഥിച്ചു. അപ്പോൾ അമ്മച്ചി ഒരിക്കലും അമ്മയോട് ചോദിച്ചു, നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ നിനക്കൊരു പൈതലിനെ തരുവാൻ ദൈവത്തിന് കഴിയും. അപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു, എനിക്കൊരു മകനെ തന്നാൽ ഞാൻ സുവിശേഷ വിലയ്ക്ക് കൊടുക്കാം. അവർ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് പ്രാപിച്ചൊരു മകനാണ് ഞാൻ. ഇന്നവർക്ക് എനിക്ക് തോന്നുന്നു ഒരു 80 വയസ്സുണ്ട്. ഞാൻ സ്കൂളിലൊക്കെ കോളേജിലൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് സുവിശേഷ വേല ചെയ്യണമെന്നൊന്നും വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ വാങ്ങണമെന്നൊക്കെ ആഗ്രഹത്തിൽ അത്യാവശ്യം ഡിഗ്രിയൊക്കെ പഠിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് സുവിശേഷ വേലയോട് വലിയ താല്പര്യമൊന്നും ഇല്ലായിരിക്കുന്നൊരു സമയത്താണ് ഞാൻ പല ജോലിക്കൊക്കെ ശ്രമിച്ചു. പഠിക്കാൻ അങ്ങനെ വലിയ മോശമൊന്നുമല്ല, അത്യാവശ്യം മാസ്റ്റർ ഡിഗ്രിയിലൊക്കെ കഴിഞ്ഞു. വളരെ മോശമില്ലാത്ത രീതിയിലാണ് പഠിച്ചത്. അത്യാവശ്യം നല്ല മാർക്ക് എല്ലാ വിഷയത്തിലും ഉണ്ടായിരുന്നു. പക്ഷെ പല ജോലിക്കൊക്കെ ശ്രമിച്ചു വന്നിട്ടും പരാജയപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഞാൻ വിഷമിച്ച് വീട്ടിലിരിക്കുമ്പോഴാണ്, പഠിക്കാനൊക്കെ വലിയ കുഴപ്പമില്ല, അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷേ ജോലിയൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുമ്പോഴാണ് അമ്മ ഈ ചരിത്രമിടാ, ഇങ്ങനെയാണ് നിന്നെ ഞങ്ങൾക്ക് കിട്ടിയത്, മര്യാദയ്ക്ക് ബൈബിൾ കോളേജിൽ പോയി നിൻ്റെ കാര്യങ്ങളൊക്കെ ദൈവം നോക്കിക്കൊള്ളും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയത്. അങ്ങനെ ചെന്ന് ബൈബിൾ കോളേജിൽ പഠിച്ചു, ശുശ്രൂഷയിൽ ഇറങ്ങി. ഇപ്പോഴും ഞാനൊരു സ്ഥലത്ത് ശുശ്രൂഷയിലായിരിക്കുന്നു. അപ്പോൾ ഒറ്റ മകനാണ്. അപ്പോൾ അമ്മയ്ക്ക് ഏകദേശം 80 വയസ്സുണ്ട്. ചിലപ്പോൾ ചെന്ന് ചോദിക്കും, അമ്മ ഞാൻ തിരിച്ച് ഇവിടെ എവിടെയെങ്കിലും വന്ന് താമസിക്കട്ടെ, കാരണം നിങ്ങളെ നോക്കണം. പപ്പ എനിക്ക് തോന്നുന്നൊരു 4 വർഷം മുമ്പ് മരിച്ചു. അപ്പോൾ അവർ പറയും, ഞാൻ വീഴുന്നത് വരെ എന്ത് ചെയ്യണം, നിന്നെ ദൈവം ആക്കി വെച്ചിരിക്കുന്നിടത്ത് നിന്നാൽ മതി. അങ്ങനെ ഒരമ്മയുടെ മകനാണ് ഞാൻ. ഹല്ലേലൂയ. കർത്താവ് അങ്ങനെ ഞങ്ങളെ ബലപ്പെടുത്തി, ഞങ്ങളാക്കിയിരിക്കുന്ന ശുശ്രൂഷയിൽ ദൈവം ഞങ്ങളെ ബലപ്പെടുത്തി ആക്കി വച്ചിരിക്കുന്ന ഒരു ദേശത്ത് ദൈവം ഞങ്ങളാക്കി വെച്ചിരിക്കുന്ന ശുശ്രൂഷകളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഭാഗത്തൂടെയൊക്കെ കടന്നു വന്നിട്ടുണ്ട്. അപ്പുറത്ത് ചർച്ചിൽ പോയിട്ടുണ്ട്. ഇവിടെ എനിക്കറിയത്തക്ക ഒരുപാട് പേരുണ്ട്, പക്ഷേ എന്നെ നിങ്ങളറിയുമോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നു തൊട്ടടുത്ത് താമസിക്കുന്ന പലരെയും എനിക്കറിയാം. അതുകൊണ്ട് പാസ്റ്റർ എന്നെ വിളിച്ചപ്പോൾ എനിക്കൊന്ന് വഴിയൊന്നും കൃത്യമായിട്ട് പറഞ്ഞില്ല. ഞാൻ ചർച്ച അറിയാമെന്ന്, കാരണം നിങ്ങളുടെ ചർച്ചിൻ്റെ ബോർഡ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. കർത്താവ് സഹായിക്കട്ടെ. ഇന്ന് രാത്രി നിങ്ങളുടെ മധ്യ ആയിരിക്കാൻ കർത്താവ് സഹായിച്ചതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഈ ദേശത്തിലെ വ്യക്തികളെ എനിക്കങ്ങനെ വലുതായിട്ടൊന്നും അറിയത്തില്ല, പക്ഷേ ചർച്ചുകൾ 1-2, കാരണം ബൈബിൾ കോളേജിൻ്റെ പ്രവർത്തനമായിട്ട് നിൽക്കുന്നത് കൊണ്ട് ചർച്ചുകളിലേക്ക് നോട്ടീസൊക്കെ കൊടുക്കാൻ അത്യാവശ്യം വന്നിട്ടുണ്ട്. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഒരു വാക്യം വളരെ വേഗത്തിൽ വായിച്ച് വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം ഒരാൾക്ക് വായിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായിരിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ,
നല്ല രാത്രിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ മക്കൾ കഴിഞ്ഞ 17 ദിവസമായി ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലായിരിക്കുന്നു. കർത്താവെ, ഞങ്ങളെപ്പോഴും വിശ്വസിക്കുന്നു വചനത്തിന് രോഗികളെ സൗഖ്യമാക്കുവാനുള്ള ശക്തിയുണ്ട്, വചനത്തിന് ഭൂതങ്ങളെ പുറത്താക്കുവാനുള്ള ശക്തിയുണ്ട്, വചനത്തിന് ശൂന്യതകളെ പണിയുവാനുള്ള ശക്തിയുണ്ട്, വചനത്തിന് ബലഹീനരെ താങ്ങുവാനുള്ള ശക്തിയുണ്ട്, വചനത്തിന് കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലെ കർത്താവെ കുറവുകളെ പണിത് ഞങ്ങളുടെ ജീവിതത്തെ മറ്റൊരു തലത്തിലേക്ക് എടുത്ത് ചെല്ലുവാനുള്ള ശക്തിയുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി ശൂന്യതകളെ പണിയുന്ന പരിശുദ്ധയാത്മാവിൻ്റെ ശക്തി ഈ വചനത്തിലൂടെ ഇറങ്ങി കർത്താവെ അവിടുത്തെ മക്കളായിരിക്കുന്ന ഞങ്ങളുടെ നടുവിലേക്ക് അവിടെ നിറങ്ങണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശൂന്യതയിൽ നിന്ന് സകലത്തെയും വിളിച്ചു വരുത്തുവാൻ ശക്തിയുള്ളവനായിരിക്കുന്ന ഞങ്ങളുടെ ദൈവം കർത്താവെ, ഞങ്ങളുടെ ഇല്ലായ്മയിൽ നിന്ന് സകലത്തെയും പണിയുവാൻ ശക്തിയുള്ളവനായിരിക്കുന്ന ദൈവം ഇന്ന് രാത്രി ഈ സഭയുടെ നടുവിൽ കർത്താവെ നിൻ്റെ മക്കളുടെ ജീവിതത്തിലേക്ക് അത്ഭുതങ്ങളെ അങ്ങ് അയക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ വചനത്തിലൂടെ അവിടെ നിന്ന് ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ചെയ്യുന്ന കൃപകൾക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഒരു കൊച്ചു വാക്യമാണ് നമ്മൾ ഇന്ന് രാത്രി വായിച്ചത്. ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തു സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. ഈ സുവിശേഷങ്ങളിൽ ഏറ്റവും മനോഹരമായിരിക്കുന്ന സുവിശേഷം യോഹന്നാൻ്റെ സുവിശേഷമാണ്. 21 അധ്യായങ്ങളുള്ള ഈ സുവിശേഷത്തിൻ്റെ പ്രത്യേകത യോഹന്നാനിൽ പറഞ്ഞിരിക്കുന്ന 7+1, അതായത് യേശു കടലിന് മുകളിലൂടെ നടന്നത് ഉൾപ്പെടെ 8 അത്ഭുതങ്ങൾ. 7 അത്ഭുതങ്ങൾ പ്രധാനമായി പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും മറ്റൊരു സുവിശേഷത്തിലും പറഞ്ഞിട്ടില്ലാത്ത അത്ഭുതങ്ങളാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രാഥമിക അത്ഭുതം എന്ന് പറയുന്ന യോഹന്നാൻ 2 പറഞ്ഞിരിക്കുന്ന പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ സംഭവം മുതൽ ലാസറിനെ ഉയർപ്പിച്ചതായാലും ബെഥസ്ദ കുളക്കരയിലെ രോഗിയുടെ സൗഖ്യമായാലും മറ്റിതൊന്നും മറ്റൊരു സുവിശേഷത്തിലും നമുക്ക് കാണാൻ കഴിയാത്ത അത്ഭുതങ്ങളാണ് യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത്. അതിന് കാരണം യോഹന്നാൻ വ്യത്യസ്തമായി ചിന്തിച്ച് യഹൂദന്മാർക്ക് വേണ്ടിയാണ് ഈ പുസ്തകം എഴുതിയത് എന്നാണ് വേദപണ്ഡിതന്മാരും ക്രിസ്തീയ ലോകവും സകല വിശ്വാസികളും വിശ്വസിക്കുന്നത്. അപ്പോൾ അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല എന്ന് യോഹന്നാൻ അവിടെ പറഞ്ഞിരിക്കുന്നത് യഹൂദന്മാരെക്കുറിച്ചാണ്. യഹൂദന്മാരുടെ ബുദ്ധി വളരെ ശക്തമേറിയ ബുദ്ധി എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷേ യഹൂദന്മാർക്ക് കാലങ്ങൾക്ക് മുമ്പ് കിട്ടിയൊരു വാഗ്ദത്തമാണ്, നിങ്ങളുടെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ദൈവപുത്രൻ ദാവീദ് ഗോത്രത്തിൽ നിന്ന് എന്ത് ചെയ്യും? ജനിക്കും. ഈ ജനനം അവരുടെ ഇടയിൽ സംഭവിച്ചിട്ട് പോലും ജ്ഞാനിയായിരിക്കുന്ന യഹൂദന്മാർക്ക് ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ശ്രേഷ്ഠന്മാരാണ് അവർ. യഹൂദന്മാരുടെ ബുദ്ധി വലുതാണ്. ഇന്നും യഹൂദന്മാരുടെ ബുദ്ധി എന്ന് പറയുന്നത് ശ്രേഷ്ഠമേറിയ ബുദ്ധിയാണ്. പക്ഷേ ഇതെല്ലാം അക്കാലത്തെക്കുറിച്ച് ഗണിക്കുവാനും പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുവാനും മനുഷ്യൻ്റെ ശാസ്ത്രീയ ബുദ്ധിക്ക് അതീതമായി ചിന്തിപ്പാനും ശക്തിയുള്ള യഹൂദന് യേശുക്രിസ്തുവിൻ്റെ ജനനം, അതായത് പിതാവായ ദൈവം അവരോട് വാഗ്ദത്തത്തിലൂടെ യെശയ്യാവിലൂടെയും യെരമ്യാവിലൂടെയും ഒക്കെയും പ്രവചനമായി കൃത്യമായി പ്രവചിച്ചിരുന്ന വാഗ്ദത്ത വചനങ്ങളെ ആത്മീകമായി ഉൾക്കൊള്ളുവാൻ യഹൂദന്മാർക്ക് കഴിഞ്ഞില്ല. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരവൻ എന്ത് ചെയ്തില്ല? കൈക്കൊണ്ടില്ല. അതിന് ഇവരുടെ ആത്മീക കണ്ണടഞ്ഞുപോയി എന്ന് വേണമെങ്കിൽ നമുക്കവിടെ പറയുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. നാം കഴിഞ്ഞ 17 ദിവസമായി നാം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ആത്മീക കണ്ണുകളെ നമ്മുടെ വാഗ്ദത്തത്തിന് മുന്നിൽ തുറക്കണം. നമ്മൾ 17 ദിവസമായിട്ട് ഉപവസിച്ചിട്ടുണ്ടാകാം. ഇന്നലെ എന്നെക്കാലം ശ്രേഷ്ഠനായ ഒരു കർത്തൃദാസൻ ഇവിടെ ശുശ്രൂഷിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും പ്രവചനത്തിൽ വിശ്വസിക്കുന്നവരാണ്, വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്, ദൈവത്തിൻ്റെ വിടുതലിൽ വിശ്വസിക്കുന്നവരാണ്. ഒരുപക്ഷെ കർത്തൃദാസന്മാർ കാലങ്ങളായി നമുക്ക് വേണ്ടി പ്രവചന ദൂതുകൾ പറഞ്ഞിട്ടുണ്ടാകും. ഒരുപക്ഷെ നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ തലമുറകളെക്കുറിച്ച് ദൈവം പറഞ്ഞിട്ടുണ്ടാകും, മകനെ നിന്നെക്കുറിച്ചുള്ള എൻ്റെ ഉദ്ദേശം ഇതാണ്. ഒരുപക്ഷെ പേരെഴുതി നിങ്ങളോട് പറഞ്ഞു കാണും, മകനെ നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ ഉദ്ദേശവും നിങ്ങൾ ഇങ്ങനെയാകണമെന്നതാണ് എൻ്റെ ആഗ്രഹം. നമ്മളെല്ലാവരും പ്രവചനം കേട്ട് 17 ദിവസമായി സന്തോഷമായിരിക്കുന്നു. പക്ഷേ അത് പ്രാപിക്കണമെങ്കിൽ നമ്മുടെ ആത്മീക കണ്ണെന്ത് ചെയ്യണം?
തുറക്കണം. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെല്ലാവരും വില്യം കേറിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? എത്ര പേര് കേട്ടിട്ടുണ്ടോ? വില്യം കേറിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇന്ന് ഫാദർ ഓഫ് മോഡേൺ മിഷൻ എന്നാണ് വില്യം കേറിയെക്കുറിച്ച് പറയുന്നത്. അതായത് നമ്മുടെ അമ്മച്ചിമാർക്കൊക്കെ മനസ്സിലാകണമെങ്കിൽ, നമ്മുടെ ഭാരതത്തിൽ സുവിശേഷവുമായി ഇംഗ്ലണ്ടിൽ നിന്ന് വന്നൊരു മിഷണറിയാണ് വില്യം കേറി. ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ഇദ്ദേഹത്തോട് ദൈവം പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്ത്യയിലേക്ക് പോകണം. ഇന്ത്യയിലേക്ക് പോകണമെന്ന് അദ്ദേഹത്തോട് ചെയ്യുന്നു. അന്ന് ഇന്ത്യയിൽ കോളറ എന്ന മഹാരോഗമുള്ള സമയമാണ്. വില്യം കേറി ഇന്ത്യയിലേക്ക് പോകണം. അദ്ദേഹം ഇന്ന് നമ്മൾ 17ാമത്തെ ദിവസം ഉപവസിക്കുകയാണ്. നിങ്ങളോട് ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടാകും. ചിന്തിക്കണം, വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വില്യം കേറിയോട് പറഞ്ഞു ഇന്ത്യയിലേക്ക് പോകണം. അദ്ദേഹത്തോട് ദൈവം പറഞ്ഞത്, നിന്നെ കൊണ്ട് ഞാൻ ഇന്ത്യയിൽ യൂണിവേഴ്സിറ്റി പണിയിപ്പിക്കും. ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി പണിതത് ആരാണ്? വില്യം കേറിയാണ്. സെനറ്റ് ഓഫ് സലാംപൂർ യൂണിവേഴ്സിറ്റി. ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യിപ്പിക്കും. 100-200 ഭാഷകളിൽ നിന്നെ കൊണ്ട് ബൈബിള് ട്രാൻസ്ലേറ്റ് ചെയ്യിപ്പിക്കും. നീ പല ഭാഷകൾ പഠിക്കും. ഇതൊക്കെ വില്യം കേറിയോട് പറഞ്ഞു. വില്യം കേറി കേട്ട വാഗ്ദത്തമൊക്കെ വളരെ സന്തോഷമായി. ഇംഗ്ലണ്ടുകാരനാണ്. നോക്കിയപ്പോൾ അന്ന് ഇംഗ്ലണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലുണ്ട്. അവരോട് ചെന്ന് കണ്ട് സംസാരിച്ചു, എനിക്കൊന്ന് ഇന്ത്യയിൽ പോകണം. അപ്പോൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇന്ത്യയിൽ പോകാൻ പറ്റത്തില്ല. കാരണം ഇന്ത്യയിലെ കാലാവസ്ഥയും രോഗങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സഹിക്കാൻ പറ്റത്തില്ല. അവർ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പിന്നെയും ഈ വാഗ്ദത്തം ഉള്ളതുകൊണ്ട് ഇവൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ അദ്ദേഹം ഡച്ചുകാരെ പരിചയപ്പെട്ടു. ഡച്ചുകാർക്കും അന്ന് ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ ബിസിനസ്സുണ്ട്. അപ്പോൾ ഡച്ചുകാരായിരിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. അവരുടെ മിഷണറി ആയിട്ട് വരാൻ എന്ന് അദ്ദേഹം സംഭവിച്ചു. അതായത് ഡച്ചുകാരായിരിക്കുന്ന ബിസിനസ്സുകാർ ഇന്ത്യയിലുള്ളവരുടെ ചർച്ചിലെ പാസ്റ്ററായിട്ട് വരാമെന്ന് അദ്ദേഹം സംഭവിച്ചു. ഡച്ചുകാർ വിസയൊക്കെ കൊടുത്തു. അദ്ദേഹം വന്നു. അദ്ദേഹത്തിന് ഡച്ചുകാരുമായിട്ട് ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. മാസം നിങ്ങൾക്ക് ഇത്ര രൂപ ഞങ്ങൾ സഹായിക്കും. വാഗ്ദത്തം കേട്ടു. തൻ്റെ മകനും മകളും ഭാര്യയും കുടുംബവുമായിട്ട് ഇന്ത്യയിലേക്ക് വന്നു. ആദ്യം സംഭവിച്ചത് കേട്ടിട്ടുണ്ട് എന്താണെന്ന്? ഉണ്ടായിരുന്ന ഏക മകൻ മരിച്ചുപോയി. എന്ത് കേട്ടിറങ്ങിയവനാണ്? ഹലോ, വാഗ്ദത്തം എന്താണ്? എടാ, നിന്നെ ഞാൻ പ്രവചനം കേട്ടിട്ടിരിക്കുകയാണ്. 17 ദിവസം ഉപവസിച്ചിട്ട് കേട്ടിട്ടിരിക്കണം. അയ്യോ, നമ്മൾ കേട്ടോ, ഇന്ത്യയിൽ ആദ്യത്തെ യൂണിവേഴ്സിറ്റി മകനെ നിന്നെ കൊണ്ട് സ്ഥാപിപ്പിക്കും. 200 ഭാഷയിലധികം നിന്നെക്കൊണ്ട് പഠിപ്പിച്ച് ബൈബിൾ പ്രവചനം കേട്ടിറങ്ങിയ ദൈവപൈതലിൻ്റെ ജീവിതത്തിലേക്ക് ആദ്യം സംഭവിച്ചത്, ഞാൻ എൻ്റെ ഭാഷയിൽ പറയാറുണ്ട്, ആ വൃക്ഷത്തിൻ്റെ കടവേര് നോക്കി, അതായത് അത് നഷ്ടപ്പോകണം, പട്ടുപോകണം എന്ന് തന്നെ ഉദ്ദേശിച്ച് പിശാച് ആദ്യമായി വെട്ടിയത് തലമുറയെ വെട്ടിക്കളഞ്ഞു. ആ മനുഷ്യൻ പതറിപ്പോയില്ല. അദ്ദേഹം വിശ്വസിച്ചു, എന്നെ ദൈവമാണ് വിളിച്ചത്. രണ്ടാമത്, ഇദ്ദേഹത്തിൻ്റെ ഭാര്യ മാനസിക രോഗിയായിട്ട് മാറി. ചരിത്രം പറയുന്നത് വില്യം കേറിയുടെ ഭാര്യ, ഇത് ചരിത്രത്തിൽ എഴുതപ്പെട്ടതാണ്. അപ്പം മകനെ നഷ്ടപ്പെട്ട് ഇവരെന്തായി മാറി? ഭ്രാന്തിയായിട്ട് മാറി. ഇവർക്ക് മരുന്ന് കൊടുക്കാൻ ഇദ്ദേഹത്തിന് കഴിയുന്നില്ല. അപ്പോൾ ഈ ബ്രിട്ടീഷുകാർ ഇദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, കാരണം ഇദ്ദേഹം ബ്രിട്ടീഷ് പൗരനാണ്. അവർ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? തിരിച്ചു പോകണം. നിങ്ങൾക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, താമസിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ചേർന്ന നിങ്ങളോട് പണ്ടേ ഞങ്ങൾ പറഞ്ഞതാണ്. അപ്പം ഇദ്ദേഹം പറഞ്ഞു, നിങ്ങളല്ല എന്നെ വിളിച്ചത്, എന്നെ വിളിച്ചത് ദൈവമാണ്. ഇദ്ദേഹം ഇവിടെ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, തിരിച്ചു വിടണമെന്ന് പറഞ്ഞ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇദ്ദേഹത്തെ ഒന്ന് തിരിച്ചെങ്ങനെയെങ്കിലും അയക്കണം. അപ്പോൾ നോക്കിയപ്പോൾ അവരുടെ മുമ്പിൽ ഒരു വഴിയുണ്ട്. ഇദ്ദേഹത്തിന് ഡച്ചുകാരന്ന് മാസം ഒരു ചെറിയ സഹായം കൊടുക്കും. ഇതിനെ അടച്ചു കഴിഞ്ഞ് ഇവ എന്ത് ചെയ്യും? പട്ടിണി കിടക്കത്തില്ല. ഇവ എന്ത് ചെയ്യും? തിരിച്ചു പോകും. പിശാച് നമുക്കെതിരെ ചെയ്യുന്ന കാര്യങ്ങൾ, ആദ്യം മകൻ മരിച്ചു, രണ്ടാമത് ഭാര്യ ഭ്രാന്തിയായി, ആകപ്പാടെ ഉണ്ടായിരുന്ന വരുമാന മാർഗത്തെയും പിശാച് അങ്ങ് അടച്ചു. ഇതെല്ലാം നഷ്ടപ്പെട്ടു. വാഗ്ദത്തം എന്താണ്? മകനെ, നിന്നെ ഞാൻ ഇന്ത്യയിൽ കൊണ്ടുപോകും, ആദ്യത്തെ യൂണിവേഴ്സിറ്റി പണിയിക്കും, 200-ലധികം ഭാഷകളിൽ നീ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യും,
നീ പല ഭാഷകളും പഠിച്ച് ജാതികളുടെ ഇടയിലും വിഭിന്ന ഭാഷകളുടെ ഇടയിലും നിന്നെ ദൈവം ശക്തമായി ഉപയോഗിക്കും എന്ന വാഗ്ദത്തം കേട്ടിറങ്ങിയ ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച യാഥാർത്ഥ്യത്തെ ഞാൻ ഇന്ന് രാത്രി നിങ്ങളുടെ മുന്നിൽ വരച്ചു കേട്ടു. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പറയും, കർത്താവേ, ഞാൻ വിശ്വാസത്തിൽ വന്നപ്പോൾ, ഞാൻ നിന്റെ സന്നിധിയിൽ മുട്ടുമടക്കി ഉപവസിച്ചപ്പോൾ, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ നീ എനിക്ക് തന്ന വാഗ്ദത്തമുണ്ട് എന്ന് ഇതിനകത്തിരുന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, നിനക്ക് വാഗ്ദത്തം തന്ന നാൾ മുതൽ, നിനക്ക് വാഗ്ദത്തം തന്നു അല്ലെങ്കിൽ വാഗ്ദത്തം ജനിച്ചു എന്ന് നീ പറയുന്ന നാൾ മുതൽ നിന്റെ വാഗ്ദത്തത്തെ തകർത്ത് കളയേണ്ടതിന്, നിന്നെ തന്നെ ഭൂമിയിൽ നിന്ന് ഉടച്ചു കളയേണ്ടതിന് പോരാടുന്നൊരു അന്ധകാര മണ്ഡലമുണ്ട്. അതിനെ കണ്ണിൽ തിരിച്ചറിയുവാൻ നിനക്ക് കഴിഞ്ഞാൽ, അതിനെതിരെ യുദ്ധം ചെയ്യുവാൻ നിനക്ക് കഴിഞ്ഞാൽ, അതിനെ തകർത്ത് കളയുവാൻ നിനക്ക് കഴിഞ്ഞാൽ, നിന്റെ വാഗ്ദത്തത്തിലേക്ക് കാലുറച്ച് കയറി ചെല്ലുവാൻ ആത്മീകമായി നിനക്ക് കഴിയുമെന്ന് ഇന്ന് രാത്രി ഞാൻ ദൈവാത്മാവിൽ വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നു. വാഗ്ദത്തം ലഭിച്ച ദൈവ പൈതലേ, ഇന്ന് രാത്രി നീ പ്രാർത്ഥിച്ചു തുടങ്ങുക. കർത്താവേ, എൻ്റെ വാഗ്ദത്തത്തോടൊപ്പം എന്നെ തട്ടിക്കളയേണ്ടതിന്, എന്നെ തെറിപ്പിച്ച് കളയേണ്ടതിന്, എന്നെ നശിപ്പിച്ച് കളയേണ്ടതിന്, എന്നെ ഉടച്ചു കളയേണ്ടതിന്, എൻ്റെ തലമുറകളുടെ മേൽ ഭാരങ്ങളിട്ട് എൻ്റെ ഉപജീവന മാർഗങ്ങളെ അടച്ച്, എനിക്ക് ആകപ്പാടെ ഉണ്ടായിരുന്ന വരുമാന മാർഗങ്ങളെ അടച്ച്, എന്നെ ശാരീരികമായി ബുദ്ധിമുട്ടിച്ച് രോഗിയാക്കി എനിക്ക് വിരോധമായി നിലകൊള്ളുന്ന അന്ധകാര മണ്ഡലങ്ങളെ ഇന്ന് രാത്രി ആത്മാവിൽ കർത്താവെ ഞാൻ ശാസിച്ച് ജയമെടുക്കുവാൻ പരിശുദ്ധാത്മാവെ എനിക്ക് ശക്തി തരണമേ എന്ന് ഇന്ന് രാത്രി ദൈവമക്കൾ സഭയായി പ്രാർത്ഥിപ്പാൻ തയ്യാറായാൽ ചില വാഗ്ദത്തങ്ങളുടെ നിവർത്തിയാകലുകൾ ഈ നാളുകളിൽ സഭയ്ക്കുള്ളിൽ പരിശുദ്ധാത്മാവ് നടത്തുമെന്ന് ഇന്ന് രാത്രി എനിക്ക് ആത്മാവിൽ വിളിച്ചു പറയുവാൻ കഴിയും. ഇന്ന് രാത്രി സഭ അതൊന്ന് ഏറ്റെടുത്ത് കർത്താവിനോട് പറഞ്ഞ്, കർത്താവേ, എന്നെ നീയൊന്ന് ബലപ്പെടുത്തണമേ. കർത്താവേ, എന്നെ തകർച്ചു കളയേണ്ടതിന് യഹൂദന്മാർക്ക് വെളിപ്പെടേണ്ട വാഗ്ദത്തം കാലങ്ങൾക്ക് മുൻപേ ഉണ്ടായിരുന്നു എങ്കിലും അവർക്കത് മനസ്സിലാക്കുവാൻ കഴിയാതെ വണ്ണം അവരുടെ കണ്ണുകൾ അടഞ്ഞുപോയ മേഖലകൾ ഉണ്ടായിരുന്നത് പോലെ എനിക്ക് വാഗ്ദത്തമായി നൽകി തരുന്ന വാഗ്ദത്തങ്ങളെ കർത്താവേ, ഞാൻ ഈ ഉപവാസ പ്രാർത്ഥനയിൽ പ്രാപിക്കുന്ന പ്രവചന വാഗ്ദത്തങ്ങളെ പ്രാപിക്കാതെ വണ്ണം പരിശുദ്ധാത്മാവേ, ദൈവവചനത്തിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന വാഗ്ദത്തങ്ങളെ ഞാൻ പ്രാപിക്കാതെ വണ്ണം എനിക്ക് വിരോധമായി എഴുന്നള്ളി കർത്താവേ, എന്നെ തകർച്ചു കളഞ്ഞു, എന്നെ ഉടച്ചു കളഞ്ഞ്, എന്നെ നശിപ്പിച്ചു കളയുവാൻ വാദിക്കുന്ന എൻ്റെ വാഗ്ദത്വത്തിലേക്ക് ഞാൻ എത്തിപ്പെടത്തില്ല എന്ന് പറഞ്ഞ് എൻ്റെ കാലുകളെ തകർച്ചു കളയുവാൻ ശ്രമിക്കുന്ന അന്ധകാര മണ്ഡലങ്ങളെ ആത്മാവിൽ തിരിച്ചറിയുവാൻ ഇന്ന് രാത്രി സഭ തയ്യാറാണെങ്കിൽ, കുടുംബങ്ങൾ തയ്യാറാണെങ്കിൽ, ഇന്ന് രാത്രി ഇതിനകത്ത് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവ പൈതലേ, നിന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയിലേക്ക് പിശാചിന്റെ ഇരുമ്പോടാമ്പലുകളെ തകർത്ത് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവിന് പദ്ധതിയുണ്ട് എന്ന് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം. അത് ആത്മാവിൽ ഏറ്റെടുക്കുവാൻ നീ തയ്യാറാണോ? നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ കർത്താവ് തന്റെ ദൂതന്മാരുമായി ഇറങ്ങി വരുന്നുണ്ട്. നിന്റെ പ്രതിസന്ധികളിൽ നിന്നെ ബലപ്പെടുത്തുവാൻ, നിന്റെ തകർച്ചയിൽ നിന്നെ ഉയർപ്പിക്കുവാൻ. നീ ഭയപ്പെടി, എനിക്കിത് ചെയ്യുവാൻ കഴിയത്തില്ല, എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല എന്ന് നീ വാദിച്ചു പറയുന്ന മേഖലകളെ തകർച്ചു കളഞ്ഞിട്ട് നിന്നെ ബലപ്പെടുത്തി ആത്മാവിൽ നിന്നെ മുന്നേറ്റുവാൻ പരിശുദ്ധാത്മാവിന് പദ്ധതിയുണ്ട് എന്ന് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നു. ദൈവികമായിരിക്കുന്ന വാഗ്ദത്തങ്ങളിലേക്ക് ഇന്ന് രാത്രി നമുക്കൊന്ന് അടുത്തു ചെല്ലാം. പരിശുദ്ധാത്മാവിനോട് പറയാം, കർത്താവേ, ഞാൻ വാഗ്ദത്തം കേട്ട നാൾ മുതൽ കർത്താവേ, എന്നെ തകർത്ത് കളയുവാൻ ശ്രമിക്കുന്ന, എന്നെ ഉടച്ചു കളയുവാൻ ശ്രമിക്കുന്ന, എന്നെ ഇല്ലാതാക്കി കളയുവാൻ ശ്രമിക്കുന്ന പരിശുദ്ധാത്മാവേ, എൻ്റെ വാഗ്ദത്തത്തിൽ ഞാൻ എത്തത്തില്ല എന്ന് പറഞ്ഞ് എനിക്ക് വിരോധമായി വാദിക്കുന്ന, എൻ്റെ വാഗ്ദത്തം ഞാൻ പ്രാപിക്കത്തില്ല എന്ന് പറഞ്ഞ് കർത്താവേ, എനിക്ക് ചുറ്റിലുമായി കർത്താവേ പിശാചിൻ്റെ തന്ത്രങ്ങളിട്ട് പോരാടുന്ന അന്ധകാര മണ്ഡലങ്ങളെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവേ ഞാൻ
ആത്മാവിൽ തിരിച്ചറിയുന്നു, ഞാൻ ആത്മാവിൽ തിരിച്ചറിയുന്നു കർത്താവേ, ഈ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആത്മീക ശക്തിയോടെ ഞാൻ എഴുന്നേൽക്കും. ഇന്ന് രാത്രി ഒന്ന് ഒരുമിച്ച് പറഞ്ഞ കർത്താവേ, യഹൂദന്മാരുടെ നന്മകളെ അവർക്ക് കാണുവാൻ കഴിയാതെ വണ്ണം അവരുടെ കണ്ണുകളെ അന്ധകാരത്തിലേക്ക് അടച്ചു കളഞ്ഞതുപോലെ എൻ്റെ വാഗ്ദത്തങ്ങൾ ഞാൻ പ്രാപിക്കാതിരിക്കേണ്ടതിന്, എൻ്റെ വാഗ്ദത്തമായിരിക്കുന്ന ദൈവിക പദ്ധതികളിലേക്ക് ഞാൻ കാൽ വയ്ക്കാതിരിക്കേണ്ടതിന്, എന്നെ രോഗിയാക്കി എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികളിട്ട് പോരാടുന്ന അന്ധകാര മണ്ഡലങ്ങളെ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ശാസിക്കുന്നു കർത്താവേ എന്ന് ഇന്ന് രാത്രി എത്ര പേർ പറയുവാൻ തയ്യാറാണ്? നിന്നെക്കുറിച്ച് കാലങ്ങൾക്ക് മുമ്പ് എഴുതി വച്ച വാഗ്ദത്തം, 5 വർഷം മുമ്പ് 10 വർഷം മുമ്പ് നീ കേട്ടതായിരിക്കുന്ന പ്രവചനത്തിന്റെ വാഗ്ദത്തം നിന്റെ ജീവിതത്തിലേക്ക് നിറവേറുന്ന നാളുകളായി ഈ നാളുകളെ മാറ്റുവാൻ പരിശുദ്ധാത്മാവിന് പദ്ധതിയുണ്ട് എന്ന് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു. ഒന്ന് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് കർത്താവിനോട് പറഞ്ഞ കർത്താവേ, ഞങ്ങളുടെ ആത്മീക കണ്ണുകളെ ആ വിഷയത്തിൻ്റെ നടുവിൽ അങ്ങൊന്ന് തുറക്കണമേ കർത്താവേ. ഞങ്ങളുടെ ആത്മീക കണ്ണുകളെ ആ വിഷയത്തിൻ്റെ നടുവിലേക്ക് ഒന്ന് തുറക്കണമേ. ഞങ്ങളുടെ വാഗ്ദത്തങ്ങളെ കാണട്ടെ കർത്താവേ. ഞങ്ങളുടെ വാഗ്ദത്തങ്ങളിലേക്ക് ഞങ്ങൾ കയറാതിരിക്കേണ്ടതിന് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തകർച്ചകളിട്ട് കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വഴികളെ അടച്ച് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഉയർച്ചകൾക്കുള്ള മേഖലകളെ അടച്ച് പരിശുദ്ധാത്മാവെ പോരാടുന്ന സകലവിധമായിരിക്കുന്ന അന്ധകാര മണ്ഡലങ്ങളെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നീ എത്ര തന്നെ ഒതുങ്ങിപ്പോയാലും നിന്നെ വിടത്തില്ല എന്ന് പറഞ്ഞ് നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന മണ്ഡലങ്ങൾ, എനിക്കിതൊന്നും വേണ്ട, ഞാൻ ഒതുങ്ങിപ്പോയി കളയാം, ഞാൻ ഈ ദൈവ പൈതലാണ്, ഞാൻ മിണ്ടാതെ പോയി കളയാമെന്ന് നീ ചിന്തിച്ചാലും നിനക്ക് വിരോധമായി യുദ്ധം ചെയ്യുന്ന പൈശാചിക മേഖലകൾ ഇതിനകത്തുണ്ട്. നീ ഒതുങ്ങിപ്പോയാലും നിന്റെ സൈഡിലേക്ക് വന്ന് നിന്നോട് യുദ്ധം ചെയ്യുന്ന മേഖലകളെ ഇന്ന് രാത്രി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മണ്ഡലങ്ങളെ ഇന്ന് രാത്രി ആത്മാവിൽ നമുക്ക് ഒരുമിച്ച് ശാസിക്കാം. പരിശുദ്ധാത്മാവ് ആ മേഖലയിൽ വലിയൊരു വിടുതൽ ഇന്ന് രാത്രി കൽപ്പിക്കുന്നു. ചിലരുടെ ആത്മീക കണ്ണുകൾ ഇന്ന് രാത്രി തുടക്കപ്പെടുന്നു കർത്താവേ. മാനുഷികമായി അടഞ്ഞുപോയ ചില ആത്മീക കണ്ണുകൾ കർത്താവേ, വാഗ്ദത്തങ്ങൾക്ക് നേരെ അടഞ്ഞുപോയ ചില കണ്ണുകൾ ഇന്ന് രാത്രി തുറക്കപ്പെടുന്നു. ഇന്ന് രാത്രി കർത്താവേ, ഈ കുടുംബങ്ങളുടെ മേൽ നൽകപ്പെട്ടിരിക്കുന്ന വാഗ്ദത്തങ്ങൾ നിറവേറാതെ വണ്ണം മാനുഷികമായി അടയ്ക്കപ്പെട്ടിരിക്കുന്ന മേഖലകളെ കർത്താവേ, കർത്താവേ വാഗ്ദത്തങ്ങളിൽ നിന്നും മാറി കർത്താവേ പോകുന്ന മേഖലകളെ ഇന്ന് രാത്രി ആത്മാവ് കർത്താവേ ഇന്ന് രാത്രി ആ വിഷയത്തിന്റെ നടുവിലേക്ക് ഇറങ്ങി വരണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആ വിഷയത്തിൻ്റെ നടുവിൽ ആത്മാവൊന്ന് ഇറങ്ങണമേ ഇന്ന് രാത്രി കർത്താവേ. ഇതിനകത്തിരിക്കുന്ന ചിലർ വർഷങ്ങൾക്ക് മുൻപ് പ്രാപിച്ച ചില വാഗ്ദത്തങ്ങൾ മടങ്ങി വരുന്നു. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു ഈ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞെഴുന്നേൽക്കുമ്പോൾ കർത്താവേ, നിങ്ങളെക്കുറിച്ചുള്ള വാഗ്ദത്തങ്ങൾ മടങ്ങി വരുന്ന നാളുകളാണ്. പിശാച് അടച്ചത് തിരിച്ചെടുക്കപ്പെടുന്ന ചില നാളുകളാണ്. പിശാച് ഉടച്ചു കളഞ്ഞ ചിലതിന് പരിശുദ്ധാത്മാവ് വിളിച്ചു വരുത്തുന്ന നാളുകളാണ്. ഇന്ന് രാത്രി സഭ ഏറ്റെടുപ്പാൻ തയ്യാറാണെങ്കിൽ, ഇന്ന് രാത്രി വ്യക്തിപരമായി നിങ്ങൾ ഏറ്റെടുപ്പാൻ തയ്യാറാണെങ്കിൽ, ഇന്ന് രാത്രി ദൈവത്തിന് ചിലത് ചെയ്യുവാനുള്ള പദ്ധതിയുണ്ട്. ഇന്ന് രാത്രി ഒന്ന് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. യേശുവേ, എന്നെക്കുറിച്ചുള്ള വാഗ്ദത്വം, ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് എന്നെ പേർ ചൊല്ലി വിളിച്ചവനായിരിക്കുന്ന ദൈവം, ഞാൻ വിശ്വാസത്തിൻ്റെ പടവുകളിലേക്ക് വന്ന ആദ്യ നാളുകളിൽ നീ എനിക്ക് തന്ന വാഗ്ദത്വം പരിശുദ്ധാത്മാവേ, എനിക്കത് കാണുവാൻ കഴിയാതെ വണ്ണം, എൻ്റെ വാഗ്ദത്വത്തിൽ ഞാൻ എത്താതെ വണ്ണം എൻ്റെ ആത്മീക കണ്ണുകളെ അടച്ച് മാനുഷികമായ പ്രതിബന്ധങ്ങളെ എനിക്ക് വിരോധമായിട്ട് അല്ല, ഇനി എനിക്ക് വിശ്വാസം വേണ്ട, എനിക്ക് കർത്താവേ ഞാനൊരു നല്ല മനുഷ്യനായി മര്യാദയ്ക്ക് മിണ്ടാതെ പോയിക്കൊള്ളാമെന്ന് നീ നിന്നെ തന്നെ ചിന്തിച്ച് മാറ്റി നിർത്തിയ മേഖലകളിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, ഒന്ന് ദൈവത്തോട് ചോദിച്ചിട്ട് നിന്റെ ആത്മീക കണ്ണിനെ ഒന്ന് തുറന്നു നോക്ക്. നിന്നെക്കുറിച്ചുള്ള
ദൈവിക വാഗ്ദത്തം വലുതാണ്. അതുകൊണ്ട് നിനക്കെതിരെ എഴുന്നേറ്റ പിശാചിന്റെ യുദ്ധ തന്ത്രങ്ങളും വലുതാണ്. ഇന്ന് രാത്രി നീ അതിന്മേലൊരു വിജയം കാണുവാൻ പ്രാർത്ഥിച്ചാൽ, ഇന്ന് രാത്രി ഉപവാസ പ്രാർത്ഥന അതിനൊരു വ്യത്യാസം വരുത്തുന്ന നാളാണ്. ഇതിൽ ലഭിക്കുന്ന ശക്തിയാൽ ചില അത്ഭുതങ്ങൾ നിന്റെ കുടുംബത്തിനകത്ത് നടക്കും. പരിശുദ്ധയാത്മാവ് വെറുതെയൊന്നും പറയത്തില്ല. പരിശുദ്ധയാത്മാവ് വെറുതെയൊന്നും നിന്നെ കൊണ്ട് ചെയ്യിക്കത്തില്ല. ചില വലിയ കാര്യങ്ങളെ നിന്നിലൂടെ പരിശുദ്ധയാത്മാവ് ചെയ്യിക്കുമെന്ന് ഇന്ന് രാത്രി വിശ്വസിച്ച് നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ കർത്താവിനോടൊന്ന് പറ, കർത്താവേ, എനിക്ക് നീ തന്ന വാഗ്ദത്തത്തിലേക്ക് എൻ്റെ കണ്ണിനെ ഒന്ന് തുറപ്പിക്കണമേ. കർത്താവേ, എൻ്റെ ആത്മീക കണ്ണിനെ ഒന്ന് തുറപ്പിക്കണമേ. ആത്മീകമായി ഞാൻ എൻ്റെ വാഗ്ദത്തത്തെ ഒന്ന് കാണട്ടെ കർത്താവേ. ആത്മീകമായി ഞാൻ എൻ്റെ വാഗ്ദത്തത്തെ ഒന്ന് പ്രാപിക്കട്ടെ കർത്താവേ. ഇന്ന് രാത്രി ഒന്ന് ഒരുമിച്ച് ദൈവത്തോട് പറ, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ അത് നീ ഒന്ന് ചെയ്യണമേ. കർത്താവേ, ഇതിനകത്തിരിക്കുന്ന ദൈവമക്കൾ കർത്താവേ വാഗ്ദത്തം പ്രാപിച്ചിട്ട് അവരുടെ വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാൻ കഴിയാതെ വണ്ണം, പരിശുദ്ധയാത്മാവേ, അവരുടെ വാഗ്ദത്തങ്ങൾ പ്രാപിക്കാൻ കഴിയാതെ വണ്ണം അവരുടെ ജീവിതത്തിൽ അന്ധകാര മണ്ഡലങ്ങളിട്ട് കർത്താവേ പിശാചിൻ്റെ തന്ത്രങ്ങളിട്ട് ഇന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമക്കൾ, ആത്മാവ് വ്യക്തമായി പറയുന്നു, ഇന്ന് രാത്രി നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങൾ വാഗ്ദത്തങ്ങൾ കാണാതെ വണ്ണം, വാഗ്ദത്തങ്ങൾ പ്രാപിക്കാതെ വണ്ണം, നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ നടുവിൽ നിങ്ങളുടെ വാഗ്ദത്തങ്ങളെ ഉടച്ചു കളയുവാൻ ശ്രമിക്കുന്ന ചില അന്ധകാര മണ്ഡലങ്ങൾ ഈ ഉപവാസ പ്രാർത്ഥനയുടെ 17ാമത്തെ രാത്രി ഉടഞ്ഞു മാറുന്ന രാത്രി എന്ന് ഇന്ന് രാത്രി ആത്മാവ് സഭയോട് പറയുന്നു. ഇന്ന് രാത്രി ആ വിഷയത്തിന്മേലൊന്ന് വിടുതലെടുത്ത് യേശുവിനോടൊന്ന് പറഞ്ഞ്, കർത്താവേ, എൻ്റെ വാഗ്ദത്തം, കർത്താവേ, ഞാൻ കേട്ട പ്രവചന വാഗ്ദത്തം, ഞാൻ യേശുവിൽ നിന്ന് ഞാൻ കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയിൽ കേട്ടത്, ഞാൻ അതിനു മുൻപ് കേട്ടത്, ഞാൻ ഇന്ന് കേട്ടതായിരിക്കുന്ന വാഗ്ദത്തങ്ങൾ, കർത്താവേ, ഇതെൻ്റെ ജീവിതത്തിൽ നടക്കത്തില്ലയോ എന്ന് ചിന്തിക്കുന്ന ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിൽ വാഗ്ദത്തങ്ങൾ നിറവേറുന്ന ചില ദിവസങ്ങളാണ്. നീ അനുഭവിച്ച പ്രതിസന്ധികൾക്ക് നടുവിൽ ഇന്ന് രാത്രി ദൈവത്തോടൊന്ന് പറ, ചില വാഗ്ദത്തങ്ങൾ ദൈവാത്മാവ് നിനക്ക് വേണ്ടി കൊണ്ടുവരുന്ന നാളുകളായി പരിശുദ്ധ നാളുകളെ മാറ്റുകയാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് കൊടുത്തിട്ട് പറയണം, കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വാഗ്ദത്തങ്ങൾ മടങ്ങി വരുന്ന നാളുകളാണ് ഈ നാളുകൾ. ഹല്ലേലൂയ. ഈ മനുഷ്യന് വാഗ്ദത്തങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇദ്ദേഹത്തിന് വലിയ വിലകൾ അതിന് വേണ്ടി കൊടുക്കേണ്ടി വന്നു. പക്ഷെ താൻ ഒരിക്കലും പരാജയപ്പെട്ടില്ല. മകൻ മരിച്ചു, ഭാര്യ രോഗിയായി, ആകപ്പാടെ ഉണ്ടായിരുന്ന സാമ്പത്തിക മാർഗങ്ങളൊക്കെ അടച്ചെങ്കിലും ഇദ്ദേഹം വാഗ്ദത്തത്തിൽ നിന്ന് പിന്മാറുന്ന അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഞാൻ വിശ്വസിക്കുന്നു, യഹൂദന്മാർക്ക്, നാം വായിച്ച വാക്യത്തിൽ യഹൂദന്മാർക്ക് ദൈവം യേശു നിങ്ങളുടെ നടുവിൽ ജനിക്കുമെന്ന് വാഗ്ദത്തം പറഞ്ഞിരുന്നു. പക്ഷെ അവന് ബുദ്ധി ഉണ്ടായിരുന്നു എങ്കിലും വാഗ്ദത്തത്തെ കാണുവാനുള്ള ആത്മീക കണ്ണെന്തില്ലായിരുന്നു, ഇല്ലായിരുന്നു. പക്ഷെ വില്യം കേറിക്ക് അതുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ കഷ്ടതയിൽ നിന്നൊക്കെ അദ്ദേഹം പിടിച്ചു നിന്നു. പക്ഷേ ഇന്ന് ലോകചരിത്രം വില്യം കേറി പറയുന്നത് ഫാദർ ഓഫ് മോഡേൺ മിഷൻസ് എന്നാണ്, ആധുനിക സഭയുടെ പിതാവെന്നാണ് പറയുന്നത്. ലോകം അദ്ദേഹത്തെ ഇന്ന് എടുത്തു വാഴ്ത്തി വില്യം കേറിയെക്കുറിച്ച് എഴുതപ്പെട്ടതായിരിക്കുന്ന ആയിരക്കണക്കിന് പുസ്തകങ്ങളുണ്ട്. പക്ഷേ ഈ വാഗ്ദത്തം കേട്ടിറങ്ങിയ മനുഷ്യൻ കൊടുക്കേണ്ടി വന്ന വില എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അദ്ദേഹം കൊടുക്കേണ്ടി വന്ന വില, അദ്ദേഹത്തിന് അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് കളയുവാൻ പിശാച് സർവശക്തി ഉപയോഗിച്ച് എന്ത് ചെയ്തു? പോരാടി. എങ്ങനെയെങ്കിലും ഇവനെ ഇദ്ദേഹത്തിൽ നിന്ന് തകർത്ത് കളയണം. അപ്പോൾ വാഗ്ദത്തം കേട്ട് നമ്മളെയും അങ്ങനെയാണ്. നമ്മൾ ഒരു ചുവടെടുത്ത് മുന്നോട്ട് വയ്ക്കുവാൻ ആഗ്രഹിച്ച പിശാച് നമ്മെ തകർത്ത് കളയുവാൻ ശ്രമിക്കും. ഹല്ലേലൂയ. പിശാച് നമ്മളെ ഉടച്ചു കളയും. അതിന് കർത്താവെ, ഇന്ന് രാത്രി നമ്മൾ കേൾക്കാൻ പോകുന്നത്, കർത്താവെ, എൻ്റെ ആത്മീക കണ്ണിനെ നീ അതിനായിട്ടൊന്ന് തുറക്കണം. നമ്മുടെ ആത്മീക കണ്ണ് തുറന്നാൽ നമുക്ക് എന്ത് സംഭവിച്ചാലും നമ്മൾ ആ പ്രതിസന്ധിയല്ല കാണുന്നത്, വാഗ്ദത്തത്തെയാണ് കാണുന്നത്. വില്യം കേറി പ്രതിസന്ധിയെ കണ്ടില്ല. താൻ കണ്ടത്, മകൻ മരിച്ചപ്പോഴും താൻ കണ്ടത് തനിക്കുള്ള വാഗ്ദത്തത്തെ, ഭാര്യ രോഗിയായപ്പോഴും താൻ കണ്ടത് വാഗ്ദത്തത്തെ, ആകപ്പാടെ ഉണ്ടായിരുന്ന വരുമാന മാർഗം മുൻപിൽ അടഞ്ഞപ്പോഴും താൻ കണ്ടത് വാഗ്ദത്തത്തെ. അതുകൊണ്ട് ആ വാഗ്ദത്തത്തിലേക്ക് നടന്ന് കയറുവാൻ തനിക്ക് കഴിഞ്ഞു. ഇന്ന് പലർക്കും കഴിയാതെ പോകുന്നതും അതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ യേശുക്രിസ്തുവിൻ്റെ ഏകദേശം 35ഓളം പൂർണ്ണ അത്ഭുതങ്ങൾ വേദപുസ്തകത്തിൽ മൊത്തത്തിൽ പറഞ്ഞു. 42ഓളം അത്ഭുതങ്ങൾ പലതരത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 35ഓളം പൂർണ്ണ അത്ഭുതങ്ങളുണ്ടെന്നാണ് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. ഈ അത്ഭുതങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഈ അത്ഭുതങ്ങളിൽ മിക്കവാറുമൊക്കെ
മനുഷ്യരാണ് മുൻകൈ എടുത്ത് ചെയ്തത്. ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്ന ഒരാളാണ്. ഞാൻ വേണമെങ്കിൽ അത് വ്യക്തമാക്കി നിങ്ങൾക്ക് പറഞ്ഞുതരാം. കർത്താവായ യേശു ക്രിസ്തു ആദ്യം ചെയ്ത അത്ഭുതം പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. ആരാണത് ചെയ്തത്? നല്ലൊരു ഭാഗവും ചെയ്തത് മനുഷ്യരാണ്. ഉദാഹരണം, കല്യാണ വീട്ടിൽ വീഞ്ഞ് തീർന്നു. കല്യാണ വീട്ടിൽ വീഞ്ഞ് തീർന്നപ്പോൾ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് വീഞ്ഞു കൊടുക്കാൻ പറഞ്ഞില്ല. ശിഷ്യന്മാരുടെ അമ്മയോട് വന്ന് വീട്ടിലെ ആൾ പറഞ്ഞു. ശിഷ്യന്മാരോടൊക്കെ പറയാൻ ശ്രമിച്ചെങ്കിൽ നടന്നില്ല. പിന്നീട് യേശുവിൻ്റെ അമ്മയോട് പിന്നെയും വന്ന് പറഞ്ഞപ്പോൾ അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുമെന്ന് പറഞ്ഞു. യേശു ക്രിസ്തു ഈ സംഭവം അറിഞ്ഞിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞത് കൽപ്പാത്രങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു, അല്ലേ? കൽപ്പാത്രങ്ങളൊക്കെ നിരത്തി വെച്ചു. യേശുവിൻ്റെ രീതി അനുസരിച്ച് യേശു കൽപ്പാത്രത്തിൻ്റെ മുകളിൽ കൈവച്ചിട്ട് കൽപ്പാത്രങ്ങളിൽ വീഞ്ഞായി മാറട്ടെ എന്ന് യേശുവിന് വേണമെങ്കിൽ കൽപ്പിക്കാമായിരുന്നു, അല്ലേ? അവിടെ ഒരു മനുഷ്യൻ്റെ പ്രവൃത്തിക്ക് ആവശ്യമില്ലായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നു, ശൂന്യതയിൽ നിന്ന് ഭൂമിയെ മുഴുവനും വിളിച്ചു വരുത്തുവാൻ ശക്തിയുള്ള ദൈവം, തൻ്റെ ഒറ്റ വാക്കിനാൽ സകലത്തെയും സൃഷ്ടിപ്പാൻ ശക്തിയുള്ള ദൈവം ഈ കൽപ്പാത്രങ്ങളുടെ മുകളിലൊന്ന് കൈവച്ചിട്ട് ഈ പാത്രങ്ങൾ മുഴുവനും വീഞ്ഞുകൊണ്ട് നിറയട്ടെ എന്ന് കൽപ്പിച്ചിരുന്നു എങ്കിൽ അങ്ങനെ സംഭവിക്കത്തില്ലായിരുന്നു. തീർച്ചയായിട്ടും സംഭവിക്കുമായിരുന്നു. പക്ഷെ അവിടെ നമ്മൾ വായിക്കുന്ന അവൻ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, പത്രോസിനെയും അന്ത്രയോസിനെയും യാക്കോബിനെയൊക്കെ വിളിച്ച് പറയുന്നത് കൽപ്പാത്രങ്ങൾ എന്ത് നിറയ്ക്കാൻ. അതായത് ഒരു മനുഷ്യ പ്രവൃത്തി അവിടെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതായത് എപ്പോഴും വാഗ്ദത്തത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ കരം ദൈവത്തിൻ്റെ കരത്തോട് കൂടെ ചെന്ന്. അപ്പോൾ ദൈവം നമ്മളോട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ വാസ്റ്റയും സഭയെയും നിങ്ങളിൽ എനിക്കൊന്നും ആരെയും അങ്ങനെ എനിക്കറിയാമെന്ന് തോന്നുന്നില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പക്ഷെ നമ്മൾ ചെയ്യുന്നത് ദൈവമേ ഗ്ലാസ് വെച്ച് കൊടുത്തിട്ട് ദൈവത്തോട് പറയണം, കർത്താവെ നീ നിറയ്ക്കണം, കർത്താവെ നീ നിറയ്ക്കണം, കർത്താവെ. ദൈവം പറയുന്നു നിങ്ങൾ സ്വയം ചിലത് ചെയ്യുവാൻ തയ്യാറാണ്. ഹല്ലേലൂയ എന്ന് യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതം അതിൽ വളരെ വ്യക്തമാണ്. ശിഷ്യന്മാർ വെള്ളം നിറച്ചു, യേശു പറഞ്ഞു കോരി വിളമ്പിക്കൊള്ളുവാൻ പറഞ്ഞു. അതായത് മനുഷ്യൻ്റെ പ്രവൃത്തിയും ദൈവത്തിൻ്റെ പ്രവൃത്തിയും ഒരുമിച്ച് നിന്നപ്പോഴാണ് അതൊരു അത്ഭുതമായിട്ട് മാറിയത്. ഹലോ, ഇത് യേശു ക്രിസ്തുവിൻ്റെ മിക്കവാറും അത്ഭുതങ്ങളിൽ ഈ സംഭവം നമുക്ക് കാണാൻ പറ്റും. മിക്കവാറും അത്ഭുതങ്ങളിലും യേശു ക്രിസ്തു അങ്ങനെയാണ് ചെയ്തത്. അതായത് മറ്റൊരു പ്രധാന അത്ഭുതമാണ് ഈ 4 സുവിശേഷങ്ങളിലും ഉള്ള ഏക അത്ഭുതമായിരിക്കുന്ന 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചത്. അവിടെ വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ യേശു ഒരു മലഞ്ചരിവിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഏകദേശം 5000 പുരുഷന്മാരും 4000 സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉൾപ്പെടെ 10000 പേരുണ്ടെന്നാണ് അന്നത്തെ വേദപണ്ഡിതന്മാർ പറയുന്നത്. ഇവർ ഈ മലഞ്ചരിവിലാണ് പ്രസംഗിക്കുന്നത്. അവിടെയും വേണമെങ്കിൽ യേശുവിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. അവിടെ ഇവരെല്ലാം ഇങ്ങനെ പ്രസംഗം കേട്ടോണ്ടിരുന്ന യേശുവിൽ അവിടെ നിന്നിട്ട് ഇവർ പുറത്തല്ലേ ഇരിക്കുന്നത്, നിങ്ങളെല്ലാം ഒരു 5 കല്ല് കയ്യിലെടുക്കാൻ വേണമെങ്കിൽ യേശുവിന് പറയാമായിരുന്നു, അല്ലേ? ഇന്നത്തെ ആധുനിക ന്യൂ ജനറേഷൻ പാസ്റ്റർമാർ പറയുന്നത് പോലെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കല്ല് മുഴുവൻ എന്തായി തീരട്ടെ, അപ്പമായി തീരട്ടെ എന്ന് വേണമെങ്കിൽ യേശുവിന് പറയാമായിരുന്നു, അല്ലേ? യേശുവിന് അങ്ങനെ പറഞ്ഞുകൂടായിരുന്നു? തീർച്ചയായിട്ടും പറയായിരുന്നു. യേശു അവരോട് ചോദിക്കുന്നത്, ഈ ജനത്തിന് വിശക്കുന്നുണ്ട്, അവർ കഴിഞ്ഞ ചില മണിക്കൂറുകളായി ദിവസങ്ങളായി നമ്മളോടൊപ്പമാണ്, അവർക്ക് നിങ്ങൾ എന്തെങ്കിലും കൊടുക്കണം. പത്രോസും അന്ത്രയോസും യാക്കോബും വടക്കോട്ടും കിഴക്കോട്ടും തെക്കോട്ടും പടിഞ്ഞാറോട്ടും ഓടിയിട്ട് മടങ്ങി വന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. പിന്നെ യേശു പറയും നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ. പിന്നെ ഈ പുള്ളിക്ക് യേശുവിന് വേറെ ഒരു കാര്യം ചെയ്യാമായിരുന്നു. യേശുവിനോടൊപ്പം ഏകദേശം 100 ശിഷ്യന്മാർ എപ്പോഴും ഉണ്ടായിരുന്നു എന്നാണ്. അതായത് 12 പേരും ഒരു 60 പേരും പിന്നെ 120 പേരും അടങ്ങുന്ന ഒരു സംഘം, അതായത് 10-200 പേർ എപ്പോഴും പുള്ളിയോടൊപ്പം ഉണ്ടായിരുന്നു. ഈ 120-200 പേരെയൊക്കെ വിളിച്ചിട്ട് യേശുവിന് വേണമെങ്കിൽ എടാ മക്കളെ നിങ്ങൾ ചെന്ന് കുറേ കല്ല് പറക്കിക്കൊണ്ടുപോകാം, നമുക്കിതെല്ലാം അപ്പമാക്കി ഇവർക്ക് എന്ത് ചെയ്യാം കൊടുക്കാമെന്ന് വേണമെങ്കിൽ യേശുവിന് പറയാമായിരുന്നു. കാരണം പിശാചിന് പോലും അത് കൃത്യമായി അറിയാമായിരുന്നു. നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ ഇതെന്തായിത്തീരും, ഈ കല്ല് അപ്പമായി തീരുമെന്ന് പിശാചിന് വളരെ കൃത്യമായിട്ട് അറിയാമെന്ന്. അതുകൊണ്ടാണ് യേശുവിൻ്റെ ഉപവാസം കഴിഞ്ഞ് യേശു ഇറങ്ങി വന്നപ്പം പിശാച് അത് പറഞ്ഞു. അവിടെയും യേശു അത് ചെയ്തതായിട്ട് നമ്മൾ വായിക്കുന്നില്ല. അവിടെ യേശു പറഞ്ഞത് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ. അവസാനം അവർ കൊണ്ടുവന്നതിന് ശേഷമാണ് യേശു അത് ചെയ്തത്. പക്ഷെ നമ്മൾ ഇന്ന് ചെയ്യുന്നത്
കർത്താവെ എൻ്റെ കയ്യിലൊന്നുമില്ല, നീ എനിക്ക് വേണ്ടി എന്തെങ്കിലും. ഇന്ന് നമ്മൾ കുറച്ച് എനിക്ക് തോന്നുന്നു നിങ്ങൾ 21 ദിവസമായിരിക്കും ഉപവസിക്കുന്നതായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നു. പാസ്റ്ററിനോടൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഞായറാഴ്ച നിങ്ങളുടെ ഉപവാസം തീരും അല്ലേ? അപ്പോൾ നിങ്ങൾ ഞായറാഴ്ച ഉപവാസമൊക്കെ കഴിഞ്ഞിട്ട് കർത്താവേ ഞങ്ങളിതാ വന്ന് നിൻ്റെ സന്നിധി നിൽക്കുന്നു, നീ ഞങ്ങൾക്കായി എന്തെങ്കിലും ചെയ്യണമേ എന്ന് നീ പറഞ്ഞു നിന്നാൽ നിൻ്റെ ജീവിതത്തിൽ ഒരു ആത്മീക വിടുതൽ കാണുവാൻ ഇടവരത്തില്ല. ഒന്ന് ദൈവകരങ്ങളിലേക്ക് കൊടുത്തിട്ട് പറയണം, കർത്താവേ എൻ്റെ വാഗ്ദത്തം ഇതാണ്, എന്നെക്കുറിച്ചുള്ള നിൻ്റെ പദ്ധതി ഇതാണ്, ഇതാ ഞാൻ ഈ പദ്ധതിക്ക് എന്നെ തന്നെ സമർപ്പിക്കുന്നു. പണ്ടൊരു കുഞ്ഞ് ഒന്നും അറിയാതെ സ്തോത്ര കാഴ്ച പാത്രത്തിൽ കയറിയിരുന്നത് പോലെ കർത്താവേ ഇതാ ഞാനാണ് നിനക്കുള്ള കാണിക്ക, ഞാൻ എന്നെ തന്നെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ ഉള്ളിലുള്ള വാഗ്ദത്തം നിറവേറേണ്ടതിന് നീ എന്നിലൂടെ ഒന്ന് പ്രവർത്തിക്കണമേ കർത്താവേ. ഞാൻ എന്നെ തന്നെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നിനക്ക് എന്നെ തന്നെ തരുവാൻ ഞാൻ തയ്യാറാണ് കർത്താവേ. പരിശുദ്ധയാത്മാവേ എന്നെ തന്നെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിപ്പാനും പരിശുദ്ധയാത്മാവേ എന്നെ തന്നെ നിൻ്റെ കരങ്ങളിലേക്ക് തരുവാനും ഞാൻ തയ്യാറാണ് കർത്താവേ. ഇന്ന് രാത്രി കർത്താവേ നീ എനിക്ക് വേണ്ടി ചില അത്ഭുതങ്ങളെ ചെയ്യണമേ, നീ ചില വിടുതലുകളെ എനിക്ക് വേണ്ടി ചെയ്യണമേ. നീ കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ചില വാഗ്ദത്തങ്ങളെ പ്രാപിപ്പാൻ പരിശുദ്ധാത്മാവേ നീ എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമേ. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ഒരു ദൂത് വിളിച്ച് പറയാം, പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ തന്നെ വിട്ടുകൊടുപ്പാൻ ഇതിനകത്തിരിക്കുന്ന കുടുംബങ്ങൾ തയ്യാറാണെങ്കിൽ കർത്താവേ ഇന്ന് രാത്രി ഈ അപ്പക്കഷ്ണത്തെ എടുത്ത് ദേശത്തിലെ 10,000-ങ്ങൾക്ക് നുറുക്കി കൊടുക്കുവാൻ നിങ്ങളിൽ പരിശുദ്ധയാത്മാവ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയിലൂടെ ദേശത്തിന് നെടുകയും കുറുകയും ഒരു നദി എന്നോണം നിന്നെ ഒഴുക്കി നിന്നിൽ നിന്ന് പല നന്മകളും ദേശത്തിലെ പലർക്കും പ്രാപിക്കത്തക്ക തരത്തിൽ നിന്നെ ദേശത്തിന് നടുവിൽ ഉപയോഗിക്കുവാൻ പരിശുദ്ധയാത്മാവിന് പദ്ധതിയുണ്ട് എന്ന് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം. നിന്നെക്കുറിച്ചുള്ള വാഗ്ദത്തത്തിൽ നിന്റെ കാലെത്താതെ വണ്ണം നിന്റെ കാലുകളെ കെട്ടി നിന്റെ വാഗ്ദത്തത്തിലേക്ക് നീ മുന്നോട്ട് പോകാതെ വണ്ണം നിന്നെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന അന്ധകാര മണ്ഡലങ്ങള് ഇന്ന് രാത്രി ഈ ഉപവാസ പ്രാർത്ഥനയുടെ നടുവിൽ ഒന്ന് ശാസിച്ചെഴുന്നേൽക്ക. കർത്താവിനോട് പറ, എനിക്ക് കർത്താവെ നുകത്തെ തകർക്കുവാനുള്ള കർത്താവെ ഒരു ആത്മാഭിഷേകം എനിക്ക് നീ തരണമേ. യഹൂദന്മാർക്ക് കർത്താവെ വാഗ്ദത്തങ്ങളെ തിരിച്ചറിയുവാൻ കഴിയാതിരുന്നത് പോലെ എനിക്കും എൻ്റെ വാഗ്ദത്തങ്ങളെ തിരിച്ചറിയുവാൻ കഴിയുന്നില്ല കർത്താവെ. എനിക്ക് ബുദ്ധിയുണ്ട്, എനിക്ക് വരുമാന മാർഗങ്ങളുണ്ട്, എൻ്റെ ജീവിതത്തിൽ കർത്താവെ സകല നന്മയുമുണ്ട്. യഹൂദന്മാർക്കുണ്ടായിരുന്നത് പോലെ നിന്റെ ജീവിതത്തിൽ സകല നന്മകളും ഉണ്ടാകാം. പക്ഷെ ആത്മാവ് ദുഃഖിക്കുന്നു, നിനക്ക് നിന്റെ വാഗ്ദത്തങ്ങളെ കാണുവാൻ കഴിയുന്നില്ലല്ലോ ദൈവ പൈതലേ. നിന്റെ കുടുംബത്തിന് നടുവിൽ പിശാച് വരച്ചിരിക്കുന്ന കളത്തിനകത്ത് നിന്നുകൊണ്ട് നിന്റെ വാഗ്ദത്തങ്ങളെ കാണുവാൻ കഴിയാതെ വണ്ണം വാഗ്ദത്തങ്ങളെ നിന്റെ കണ്ണിൽ നിന്നും മറച്ച് നിനക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ മേഖലകളെ നിന്റെ കണ്ണിൽ നിന്ന് മറച്ചിട്ട് മാനുഷികമായിരിക്കുന്ന ചില ചില്ലറ നന്മകളെ നിന്റെ മേൽ എറിഞ്ഞിട്ട് നിന്റെ ആത്മീക ജീവിതത്തെ മറച്ചു വച്ചിരിക്കുന്ന ചില അന്ധകാര മണ്ഡലങ്ങൾ, ചില കുടുംബങ്ങളുടെ ഉയർച്ചകൾ, നിന്നെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം ഇതല്ല. നിന്നെക്കുറിച്ചുള്ള വാഗ്ദത്തം നീ ദേശത്തിന് നടുവിൽ ഉന്നതനാകുമെന്നാണ്. നിന്നെക്കുറിച്ചുള്ള വാഗ്ദത്തം നീ ദേശത്തിൽ അനേകർക്ക് വെളിച്ചമായി നിലകൊള്ളുമെന്നാണ്. ആ വെളിച്ചമാകുന്ന വാഗ്ദത്തത്തിൽ നിനക്ക് എത്തിയുവാൻ കഴിയാതെ വേണം ഞാനൊരു വെളിച്ചമാകുമോ കർത്താവേ എന്ന് സ്വയം ചോദിച്ചിരിക്കുന്ന നിന്റെ അവസ്ഥകൾക്ക് ഇന്ന് രാത്രി ഒരു മാറ്റം വരട്ടെ. ദൈവത്തോട് പറ, കർത്താവേ എൻ്റെ ആത്മീക കണ്ണിനെ നീ ഒന്ന് തുറക്കണമേ, എനിക്ക് വേണ്ടി നീ ഒരു അത്ഭുതം ചെയ്യണമേ. 2 അപ്പക്കഷ്ണം ഉണ്ടായിരുന്നപ്പോൾ കർത്താവ് 5 അപ്പത്തിന് മേൽ നിന്നുകൊണ്ട് കർത്താവ് ആ 2 മീനിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ദൈവാത്മാവ് പ്രവർത്തിച്ചതുപോലെ നീ നിന്റെ കരത്തിലുള്ള ചിലതിനെ വിട്ടുകൊടുത്താൽ അതിൽ നിന്നുകൊണ്ട് ആത്മാവ് പ്രവർത്തിപ്പാൻ തയ്യാറാണ്. ഇന്ന് രാത്രി നിന്റെ ആത്മീക കണ്ണ് തുറക്കപ്പെടട്ടെ. സഭയുടെ ആത്മീക കണ്ണ് ഇന്ന് രാത്രി തുറക്കപ്പെടട്ടെ. ദൈവത്തിൻ്റെ വാഗ്ദത്തം ദേശത്തിന്മേൽ നല്ലതാണ്, വലുതാണ്, ശ്രേഷ്ഠമാണ്. പക്ഷെ അതിനെ തിരിച്ചറിയുവാനുള്ള ആത്മീക കണ്ണ് സഭയ്ക്കിന്ന് രാത്രി നൽകപ്പെടട്ടെ. ഞങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ടവരാണോ? ഞങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയുണ്ടോ? ഇങ്ങനെയൊരു പ്രാർത്ഥന, ഇത്രയും കാശ് ഞങ്ങൾ ചിലവിടേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ? ചില വിഷയങ്ങളുടെ നടുവിൽ ഇന്ന് രാത്രി പരിശുദ്ധയാത്മാവ് നിന്നോട് പറയുന്നു, നിന്നെക്കുറിച്ചുള്ള ആത്മീക ദർശനങ്ങൾ ദേശ
ദേശത്തിനുമേൽ നിറവേറേണ്ടതിന് ആത്മീക കണ്ണുകൾ ഇന്ന് രാത്രി തുറക്കപ്പെടട്ടെ. ചില വിഷയങ്ങളെ ഒന്ന് ദൈവസന്നിധിയിൽ മാറ്റിവെച്ചൊന്ന് പ്രാർത്ഥിക്കാം. മാനുഷികമായി നീ ചിന്തിക്കുന്ന മേഖലകളെ യഹൂദന്മാർ വാഗ്ദത്തങ്ങളെ കാണാതെ ബുദ്ധി കൊണ്ട് ചിലതിനെ ചിന്തിച്ച് അവൻ ശ്രേഷ്ഠനാണെന്ന് വിചാരിച്ചിരുന്നത് പോലെ നിന്റെ ബുദ്ധിമണ്ഡലങ്ങൾ കൊണ്ട് ചില വാഗ്ദത്തങ്ങൾക്ക് അധികമായി എൻ്റെ ബുദ്ധിയും വിദ്യാഭ്യാസവുമാണ് ശ്രേഷ്ഠമെന്ന്, ഞാനൊരു വലിയ മനുഷ്യനാണെന്ന് ചിന്തിച്ച് നിന്റെ വാഗ്ദത്തങ്ങളെ നിന്നിലേക്ക് തന്നെ ചുരുങ്ങിപ്പോകുന്ന ഈ അവസ്ഥയെ ഇന്ന് രാത്രി പരിശുദ്ധയാത്മാവ് ശാസിക്കുന്നു. ഇന്ന് രാത്രി പരിശുദ്ധയാത്മാവ് ആ വിഷയത്തിൻ്റെ നടുവിൽ വലിയൊരു വിടുതൽ കൽപ്പിക്കുന്നു. ദർശനമാണ് വലുത്, കാഴ്ചപ്പാടാണ് വലുത്, നിന്നെക്കുറിച്ചുള്ള വാഗ്ദത്തമാണ് വലുത്. വാഗ്ദത്തം നിന്നെ ഭരിക്കുവാൻ ഇടവരട്ടെ. നിന്റെ ബുദ്ധിയല്ല നിന്നെ ഭരിക്കേണ്ടത്. ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്കൊന്ന് വിട്ടുകൊട്. നിനക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന പ്രവചന വാഗ്ദത്തങ്ങൾ അത് നിന്നെ ചിന്തിപ്പിക്കട്ടെ. അത് നിന്നെ ചിന്തിപ്പിക്കുകയും അത് നിന്നെ നടത്തുകയും ചെയ്യട്ടെ. നിന്നെ നടത്തുന്നത് നിന്റെ വാഗ്ദത്തമായിരിക്കട്ടെ. ദൈവ പൈതലേ, നിന്റെ കുടുംബത്തെ നടത്തുന്നത് നിന്റെ വാഗ്ദത്തമായിരിക്കട്ടെ. അതിനെ കാണുവാനുള്ളൊരു ആത്മീക കണ്ണ് ഇന്ന് രാത്രി എനിക്ക് തരണമേ എന്ന് ഇന്ന് രാത്രി പരിശുദ്ധയാത്മാവിനോടൊന്ന് ചോദിക്കാമോ? ഇന്ന് രാത്രി നിങ്ങളുടെ ആത്മീക കണ്ണുകൾ ഇന്ന് രാത്രി തുറക്കപ്പെടുകയാണ്. ഇതിനകത്ത് ചിലരുടെ ജീവിതത്തിനു മേൽ നൽകിയിരുന്ന വലിയ വാഗ്ദത്തങ്ങൾ, ചില ശ്രേഷ്ഠമേറിയ വാഗ്ദത്തങ്ങൾ, അത് കാണുവാൻ കഴിയാതെ വണ്ണം അത് മറഞ്ഞു കിടക്കുന്ന ചില അവസ്ഥകൾ ഇതിനകത്തുണ്ട്. വാഗ്ദത്തങ്ങൾ വർഷങ്ങൾക്ക് മുൻപേ നൽകപ്പെട്ടതാണ്. പിശാച് അതിനെ മറച്ചു കളയുന്ന ചില മേഖലകളുണ്ട്. ഇന്ന് രാത്രി ഒന്ന് ദൈവത്തോട് പറ, കർത്താവേ, എൻ്റെ വാഗ്ദത്തം ഒന്ന് എനിക്ക് കാണണം കർത്താവേ. ശ്രേഷ്ഠമേറിയ വാഗ്ദത്തത്തിലേക്ക് എനിക്കൊന്ന് നടന്ന് കയറണം കർത്താവേ. ഇന്ന് രാത്രി എനിക്ക് വാഗ്ദത്തം പ്രാപിപ്പാൻ ഇടയായി തീരണം. ഇന്ന് രാത്രി ഒന്ന് യേശുവിനോടൊന്ന് പറയാമോ? കർത്താവേ, വില്യം കേറിയുടെ ജീവിതത്തിനകത്ത് നടന്നതുപോലെ പിശാച് എൻ്റെ ജീവിതത്തെ തകർത്ത് കളയാൻ ശ്രമിച്ച മേഖലകളുണ്ട്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, എന്നെ തകർത്ത് കളയുവാൻ പിശാചിന് കഴിയത്തില്ല. എന്നെ ഉടച്ചു കളയുവാൻ പിശാചിന് കഴിയത്തില്ല. കാരണം എൻ്റെ വാഗ്ദത്തം തന്നിരിക്കുന്നവൻ എൻ്റെ കരം പിടിച്ചിരിക്കുന്നവനാണ്. ഒരുപക്ഷെ നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞ നിൻ്റെ സഹോദരങ്ങൾ നിന്നെ വിട്ടു പോയേക്കാം. ഒരുപക്ഷെ നിന്നോടൊപ്പം കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ സഹവിശ്വാസി നിന്നെ കൈവിട്ടേക്കാം. ഒരുപക്ഷെ നിൻ്റെ സ്നേഹിതനെന്ന് നീ ഉറച്ചു വിശ്വസിച്ചിരുന്ന നിൻ്റെ സഹോദര തുല്യനായിരിക്കുന്ന സ്നേഹിതൻ നിന്നെ വിട്ട് മാറി നിന്നേക്കാം. പക്ഷെ നിനക്ക് വാക്ക് തന്നവനായിരിക്കുന്ന കർത്താവ്, നിനക്ക് വാഗ്ദത്തം തന്നവനായിരിക്കുന്ന ദൈവം, അവൻ നിന്നെ ഒരു നാളും കൈവിടുന്നവനല്ല. നിന്റെ വാഗ്ദത്വത്തിലേക്ക് നീ നടന്നു കയറ. നിന്നെക്കുറിച്ചുള്ള വാഗ്ദത്വം, നീ ഒരു നല്ല ഒരു പ്രവാചക മനുഷ്യനാകുമെന്നാണ്. ദേശത്തിന്മേൽ അനേകരുടെ നടുവിൽ ശുശ്രൂഷയ്ക്കായി എഴുന്നേൽക്കുമെന്നുള്ളതാണ്. പക്ഷേ നിന്റെ മേലുള്ള വാഗ്ദത്വത്തിൽ ഇരുട്ട് വീണിട്ട് നീ ശുശ്രൂഷയെ മറന്ന് ഉപജീവന മാർഗത്തിൻ്റെ പിന്നിലോടുന്ന ദൈവ പൈതലേ, ഇന്ന് രാത്രി ദൈവത്തോട് പറ, യഹൂദന് ബുദ്ധി കൊടുത്തതുപോലെ പരിശുദ്ധയാത്മാവ് നിനക്ക് ബുദ്ധിയും ധനവും സകല നന്മകളും തന്നിട്ടുണ്ട്. പക്ഷെ വാഗ്ദത്തം കാണുവാൻ കഴിയാതെ നീ മറഞ്ഞു നിൽക്കുന്നു എങ്കിൽ ഇന്ന് രാത്രി അവസാന ജീവിതത്തിൻ്റെ അവസാന സമയങ്ങളിലേക്ക് എത്തുമ്പോൾ തിരിഞ്ഞു നോക്കിയിട്ട്, കർത്താവേ, എനിക്ക് വലിയൊരു നഷ്ടം സംഭവിച്ചു എന്ന് നീ പറയുവാൻ ഇടയായി തീരും. അതുകൊണ്ട് ദൈവത്തോട് പറ, കർത്താവേ, എനിക്ക് എൻ്റെ വാഗ്ദത്തം കാണുവാനുള്ള പരിജ്ഞാനത്തെ അങ്ങ് തരണമേ. എനിക്ക് എൻ്റെ വാഗ്ദത്തത്തെ കാണുവാൻ കഴിയണമേ കർത്താവേ. യേശുവിനോടൊന്ന് പറയാമോ? കർത്താവേ, അതെൻ്റെ ജീവിതത്തിൽ ഇന്ന് സംഭവിക്കണം. ഈ ഉപവാസ പ്രാർത്ഥന ഞങ്ങൾ കഴിഞ്ഞെഴുന്നേൽക്കുന്നതിന് മുൻപ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ വാഗ്ദത്തങ്ങളെ ഞങ്ങൾ കാണുവാനായിട്ട് ഇടയായി തീരണം കർത്താവേ. ഞങ്ങളുടെ വാഗ്ദത്തങ്ങളിലേക്ക് ഞങ്ങൾ കയറുവാനിടയായി തീരണം. ഞങ്ങളുടെ വാഗ്ദത്തങ്ങളിലേക്ക് ഞങ്ങൾ കയറി ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറുവാനിടയായി തീരണം. വാഗ്ദത്തങ്ങൾ ഞങ്ങൾ പ്രാപിപ്പാനിടയായി തീരണം. ഹല്ലേലൂയ. അങ്ങനെ പ്രാപിപ്പാൻ നമുക്ക് കഴിയണം. കർത്താവേ, ഞാൻ യേശുവിൽ നിന്ന് എൻ്റെ വാഗ്ദത്തങ്ങളെ ഞാൻ പ്രാപിക്കും. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത്, യേശുവിൻ്റെ അത്ഭുതം നടക്കണമെങ്കിൽ നമ്മൾ നമ്മെ തന്നെ ഒന്ന് ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊടുക്കണം. കർത്താവേ, 5 അപ്പവും 2 മീനും കൊണ്ട് അങ്ങ് ജനത്തെ പോഷിപ്പിച്ചു. അത് അവരുടെ കയ്യിലുണ്ടായിരുന്നത് കൊണ്ടാണ്. വാഗ്ദത്തം നിന്നെ മേലുണ്ട്. നീയൊന്ന് നിന്നെ ദൈവകരങ്ങളിലേക്ക് വിടണം. ഇതെല്ലാ അത്ഭുതങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്. ലാസറിൻ്റെ കല്ലറയ്ക്കൽ നിന്നിട്ട് പോലും യേശു പറഞ്ഞത് ആ കല്ലിനെ ഉരുട്ടി മാറ്റാണ്. യേശു ശിഷ്യന്മാരോട്
എന്തുകൊണ്ടാണ് പറഞ്ഞത്? യേശുവിന് വേണമെങ്കിൽ ഒറ്റ വാക്ക് പറഞ്ഞിട്ട് കല്ല് മാറിപ്പോകാൻ യേശുവിന് പറയാമായിരുന്നു. ലാസറെ പുറത്തു വായെന്ന് യേശുവിനോട് പറയാമായിരുന്നു. പക്ഷേ യേശു ചെയ്തത് ശിഷ്യന്മാരോട് പറഞ്ഞു ആ കല്ലുരുട്ടി മാറ്റുവാൻ. അതുപോലെ ചിലത് നമ്മളെക്കൊണ്ട് കർത്താവ് ചെയ്യിക്കാൻ ആഗ്രഹിക്കുകയാണ്. യേശുവിന് വേണ്ടി ചിലത് നമ്മൾ ചെയ്യണം. കർത്താവ് ഞാനത് ചെയ്യുവാൻ തയ്യാറാണ്. അറിവില്ലായ്മയുടെ കാലഘട്ടങ്ങളെ കർത്താവ് നമ്മളോട് ക്ഷമിച്ച് നമ്മളെ ബലപ്പെടുത്തുവാനിടയായിത്തീരും. വായിച്ചതായ വാക്യത്തിലും പറഞ്ഞിരിക്കുന്നത് അതാണ്. അവൻ സ്വന്തത്തിലേക്ക് വന്നു, പക്ഷെ സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. വാഗ്ദത്തം നിറച്ചുണ്ടായിരുന്ന യഹൂദന്മാർ, എല്ലാം മനസ്സിലാക്കുവാൻ അറിവുണ്ടായിരുന്നവർ, പക്ഷെ അവർക്കതിന് കഴിയാതെ പോയി. ബലഹീനരായിരിക്കുന്ന നമുക്ക് നമ്മുടെ വാഗ്ദത്തങ്ങളെ പ്രാപിപ്പാൻ കഴിയണം. യേശുവിന് പോലും അത് സംഭവം. യേശുവിൻ്റെ വാഗ്ദത്തം എന്തുവാണ്? യേശുവിനെക്കുറിച്ചുള്ള വാഗ്ദത്തം അങ്ങ് മനുഷ്യരാശിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി കാൽവരി കുലക്കളത്തിൽ ക്രൂശിക്കപ്പെടുമെന്നാണ് വാഗ്ദത്തം. എന്ന വാഗ്ദത്തോടുകൂടി ജനിച്ച അന്ന് മുതൽ പിശാച് യേശുവിനെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. ബാല്യത്തിൽ ജനിച്ച അന്ന് സമപ്രായക്കാരായിരിക്കുന്ന സകലരെയും കൊന്നുകളഞ്ഞു. ബാലനായിരുന്നപ്പോൾ കൊന്നുകളഞ്ഞു സകലരെയും. അത് കഴിഞ്ഞ് സദൂക്യന്മാരും പരീഷ്യന്മാരിലൂടെയും യേശുവിനെ കൊല്ലുവാൻ ശ്രമിച്ചു. പിശാചിൻ്റെ ഏക ലക്ഷ്യം യേശു ക്രൂശിൽ എത്തരുത് എന്നുള്ളത്. കാരണം ഈ വാഗ്ദത്തത്തിൽ ഇവൻ എത്തരുത് എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ ഞാനിത് പഠിപ്പിക്കുമ്പോൾ ചില ബൈബിൾ കോളേജിലെ പിള്ളേർ ചോദിക്കുന്ന അങ്ങനെയാണെങ്കിൽ സാറേ പാസ്റ്ററെ ഈ യൂദാസ് ഇസ്കാരിയോറ്റിലേക്ക് പിശാച് വന്നിട്ടല്ലേ, പിശാച് പുള്ളിയുടെ ഉള്ളിൽ വന്നിട്ടല്ലേ യേശുവിന്, അതുകൊണ്ട് യേശുവിനെ ക്രൂശിലേക്ക് കൊണ്ടുവന്നത് പിശാചല്ല. അപ്പോൾ വാഗ്ദത്തത്തിലേക്ക് പുള്ളിയാണ് കൊണ്ടുവന്നത്? ഒരിക്കലുമില്ല. ബൈബിൾ നേരെ വായിച്ചാൽ അത് മനസ്സിലാകും. കാരണം യൂദാസ് ഇസ്കാരിയോറ്റ് യേശു ക്രിസ്തുവിനെ ആർക്കാണ് ഒറ്റിക്കൊടുത്തത്? യഹൂദന്മാർക്ക്. എന്താണ് കുറ്റം? യഹൂദന്മാരുടെ ന്യായപ്രമാണത്തിന് വിരോധമായി പ്രസംഗിച്ചു എന്നുള്ളതാണ് പ്രശ്നം. യഹൂദന്മാരുടെ ന്യായപ്രമാണത്തിന് വിരോധമായി ഒരു മനുഷ്യൻ പ്രസംഗിച്ച ശിക്ഷ എന്താണ്? പഴയ നിയമം അനുസരിച്ച് ബൈബിൾ വർഷങ്ങളായി വായിക്കുന്നവരല്ലേ, കല്ലെറിഞ്ഞു കൊല്ലുക. യഹൂദ ന്യായപ്രമാണം അനുസരിച്ചല്ലേ? അതായത് യഹോവയ്ക്ക് വിരുദ്ധമായി അതായത് പിശാച് അവിടെ ചെയ്തത് അതാണ്. ഈ യൂദാസിലൂടെ ഇവനെ ക്രൂശിക്കരുത്, കല്ലെറിഞ്ഞു കൊല്ലണം. പിന്നെ അവിടെ പീലാത്തോസിൻ്റെ ഭാര്യ ദർശനം കണ്ടതും സംഭവങ്ങളൊക്കെ മാറിയത് അതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതി വാഗ്ദത്വം അനുസരിച്ച് അങ്ങ് പോയെന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ ഇന്നും ശക്തമായി വിശ്വസിക്കുന്നു, അവസാനം വരെ പിശാച് യേശു ക്രൂശിൽ കയറാതിരിക്കേണ്ടതിന് ശ്രമിച്ചു, അവസാനം വരെ. അതുപോലെ വാഗ്ദത്തം കേട്ട ദൈവ പൈതലെ, നീ നിൻ്റെ വാഗ്ദത്തം ലഭിത്തിൽ ചെല്ലാതിരിക്കേണ്ടതിന് പിശാച് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പിശാച് തൻ്റെ ആവനാഴിയിലെ അവസാന ആയുധം വരെയും നിനക്ക് വിരോധമായി എടുക്കും. അവിടെ നമ്മൾ പരിജ്ഞാനമുള്ളവരെ, ഈ ആത്മീക കണ്ണ് തുറക്കുന്നവരായി നമ്മൾ എന്നാൽ വാഗ്ദത്തങ്ങളിലേക്ക് നമ്മൾ കയറി ചെല്ലുവാനിടയായിത്തീരും. നമ്മുടെ ആത്മീക കണ്ണ് തുറന്നു വിഷയങ്ങളെ വ്യക്തമായി മനസ്സിലാക്കുവാനുള്ള പരിജ്ഞാനം നമുക്ക് നന്നായിട്ടുണ്ടാകണം. കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനുള്ള പരിജ്ഞാനം നമുക്ക് നന്നായിട്ടുണ്ട്. അതുണ്ടായിരുന്നാൽ നാം വിജയിച്ച് മുന്നേറുവാനിടയായിത്തീരും. അതുകൊണ്ട് ഒരുപക്ഷെ നമുക്ക് വാഗ്ദത്തം ലഭിച്ചു, വാഗ്ദത്തത്തിൽ മുന്നോട്ട് പോവുകയാണ്. അപ്പോഴാണ് പിശാച് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഇടുന്നത്. പിശാച് പ്രതിസന്ധി ഇടുന്നത് നമ്മുടെ ആത്മീക കണ്ണുകൾ എന്ത് ചെയ്ത് കളയാനാണ്? അടച്ചുകളെ. ഇവൻ ഈ വാഗ്ദത്തം കാണരുത്, ഇവൻ ഇത് പ്രാപിക്കരുത്, ഇവനെ എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്തണം. ഇത് പിശാചിൻ്റെ തന്ത്രമാണ്. പിശാച് അത് ചെയ്യുകയും ചെയ്യും, ശ്രമിച്ചും കൊണ്ട് ഇരിക്കും. പിശാച് അത് ചെയ്യുക തന്നെ ചെയ്തുകൊണ്ട്. പക്ഷേ അതിലേക്ക് വരണമെങ്കിൽ കർത്താവെ, എൻ്റെ ആത്മീക കണ്ണിനെ നീ ഒന്ന് തുറക്കണം. ആത്മീക കണ്ണ് തുറന്നാൽ നമ്മുടെ വാഗ്ദത്തങ്ങളെ നമ്മൾ ഇടയായിത്തീരും. വാഗ്ദത്തങ്ങൾ നമ്മൾ പ്രാപിപ്പാനായിട്ടിടയായിത്തീരും. ഇപ്പോൾ ഞാൻ സാധാരണ വേദപുസ്തകം പഠിച്ച് മനസ്സിലാക്കിയ ഒരു കൊച്ചു കാര്യമുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ 2 തരത്തിലുള്ള പോരാട്ടം നമുക്കുണ്ട്. ഒന്ന് മാനുഷിക പോരാട്ടം. ഈ വാഗ്ദത്തത്തിനോട് കൂടെ അതിനെ ചേർത്ത് ഞാനങ്ങ് പറയുന്നതേ ഉള്ളൂ. ഒന്ന് മാനുഷിക പോരാട്ടം. അപ്പോൾ നിങ്ങൾ പറയും, അപ്പം ഞാൻ എല്ലാവരുമായിട്ട് വലിയ കാര്യമാണ്, മാനുഷിക പോരാട്ടമൊന്നും എനിക്ക് തീർച്ചയായിട്ടും ഉണ്ട്. വേദപുസ്തകം മാനുഷിക പോരാട്ടത്തെ ജയിച്ചത് എങ്ങനെയാണെന്നറിയാമോ? നിങ്ങൾ വായിച്ചിട്ടില്ലേ? ബൈബിൾ കൃത്യമായിട്ട് വായിച്ചാൽ മനസ്സിലാവും. ശ്രദ്ധിച്ച് വായിച്ചാൽ മതി. പഴയ നിയമത്തിൽ അവർ മാനുഷിക ബന്ധനങ്ങളെ തകർത്തത് ആരാധനയിലൂടെയാണ്. വ്യക്തമായി പറയാം, ഇസ്രായേൽ ജനം മുന്നോട്ട് പോകുമ്പോൾ അവരുടെ മുന്നിൽ മനുഷ്യൻ നിർമ്മിച്ചൊരു വലിയ മതിൽ ഒരു സമയത്ത് പ്രത്യക്ഷപ്പെട്ടില്ല, ഉണ്ടായി. എരിഹോ മതിൽ അവർക്ക് തകർക്കണം. ഇതാരുണ്ടാക്കിയതാണ്? മനുഷ്യനുണ്ടാക്കിയതാണ്. എങ്ങനെയാണ് ഇവരിതിനെ തകർത്തത്? ആരാധിച്ചു, അധരം തുറന്ന് യഹോവയെ സ്തുതിച്ചപ്പോൾ അവർക്ക് വിരോധമായ മാനുഷിക ബന്ധനം കഴിഞ്ഞു. അപ്പോൾ പറയും, നിങ്ങൾ പറയും, ഇല്ല പാസ്റ്റർ, അത് പഴയ നിയമത്തിലല്ലേ, ഞങ്ങൾ പുതിയ നിയമ വിശ്വാസികളാണ്. പൗലോസിനെയും ശീലാസിനെയും കാരാഗ്രഹത്ത് പിടിച്ചടച്ചു.
ഒരു സഹോദരിയുടെ ഭൂതം പുറത്ത് അവിടെ ആ ഭാഗത്ത് നമ്മൾ ഒരുപാട് പ്രസംഗം കേട്ടിട്ടുണ്ട്. അവരുടെ കാല ആമത്തിലിട്ട് പൂട്ടി എന്നാണ് പറഞ്ഞത്. ഞാൻ ഈ പൗലോസിനെ കുറിച്ച് പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ആളായതുകൊണ്ട് ഞാൻ ചിന്തിക്കാറുണ്ട്, പൗലോസിൻ്റെ നിഴൽ തൊട്ട് രോഗികൾ സൗഖ്യമായെന്നും പൗലോസിൻ്റെ കർച്ചീഫിൻ്റെ നിഴൽ കൊണ്ട് രോഗികൾ സൗഖ്യമായോ എന്നൊക്കെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളൊക്കെ വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ പൗലോസിന് ഈ ആമത്തിൻ്റെ മേലൊന്ന് കൈവച്ചിട്ട് കർത്താവേ ഈ ബന്ധനം അഴിഞ്ഞു മാറട്ടെ എന്ന് പൗലോസ് പറഞ്ഞെങ്കിൽ അത് അഴിഞ്ഞു മാറത്തില്ലായിരുന്നു, തീർച്ചയായിട്ടും അത് ഉടയുമായിരുന്നു. പക്ഷെ പൗലോസിനറിയാം, എന്നെ കെട്ടിയത് മനുഷ്യനാണ്, പക്ഷേ എൻ്റെ അധരത്തെ കെട്ടാൻ അവൻ കഴിയത്തില്ല. മനുഷ്യൻ എന്നെ ബന്ധിക്കാൻ പറ്റും, മനുഷ്യന് വാക്കുകൊണ്ട് എന്നെ തകർത്ത് കളയാൻ പറ്റും, പക്ഷെ അവൻ അങ്ങ് ഇരുന്ന് ആരാധിക്കാൻ തുടങ്ങി. ആരാധിച്ചപ്പോൾ കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി. അവന് വിരോധമായി എഴുന്നേറ്റ മാനുഷിക ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുവാൻ ഇടയായി തീർന്നു. അവന് വിരോധമായി എഴുതപ്പെട്ട മാനുഷിക ബന്ധനങ്ങൾ ഉടഞ്ഞു മാറുവാൻ ഇടയായി തീർന്നു. ഇന്ന് രാത്രി നീ ആരാധനയ്ക്ക് നിന്നെ തന്നെ വിട്ടുകൊടുപ്പാൻ തയ്യാറാണെങ്കിൽ നിന്റെ തലമുറകൾക്ക് വിരോധമായി എഴുതപ്പെട്ട ചില മാനുഷിക ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുവാൻ ഇടയായി തീരും. നിന്റെ വാഗ്ദത്തങ്ങൾ നീ കാണാതെ വണ്ണം നിനക്ക് വിരോധമായി കെട്ടപ്പെട്ട ചില യെരിഹോവിൻ്റെ മതിലുകൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഉടഞ്ഞു മാറുവാൻ ഇടയായി തീരും. ഇന്ന് രാത്രി അതൊന്ന് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച്, കർത്താവേ എനിക്ക് വിരോധമായി എഴുതപ്പെട്ടിരിക്കുന്ന എൻ്റെ വാഗ്ദത്തങ്ങൾ ഞാൻ പ്രാപിക്കാതെ വണ്ണം, എൻ്റെ വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും ഞാൻ പ്രാപിച്ച് അഭിഷേകത്തിലേക്ക് ഞാൻ മുന്നേറാതെ വണ്ണം, കർത്താവേ എനിക്ക് വിരോധമായി നിൽക്കുന്ന മാനുഷിക ബന്ധനങ്ങളെ തകർക്കേണ്ടതിന് പരിശുദ്ധാത്മാവേ എൻ്റെ ആരാധനയിലൂടെ പുറപ്പെടുന്ന ആത്മശക്തിയാൽ മാനുഷിക ബന്ധനങ്ങൾ തകർന്നു മാറട്ടെ. നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന മാനുഷിക ബന്ധനങ്ങൾക്ക് നടുവിൽ പരിഭ്രാന്തനായി നിൽക്കുവാനല്ല നിന്നെ ആത്മാവ് വിളിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി നീ ആരാധിപ്പാൻ തയ്യാറാണെങ്കിൽ നിൻ്റെ കുടുംബത്തിന് വിരോധമായി എഴുന്നേറ്റ മാനുഷിക ബന്ധനങ്ങൾ തകർന്നു മാറുവാനിടയായിത്തീരും. ഞാൻ പറഞ്ഞതിന് സാരം ഇത് ആത്മാവിൽ ഈ കാര്യം മനസ്സിലാക്കിയാൽ പിന്നെ പാസ്റ്ററോട് വന്ന, പാസ്റ്ററെ എനിക്ക് വീട്ടിൽ പോയിട്ട് ഉറക്കം വരുന്നില്ല പാസ്റ്ററെ, എൻ്റെ വീട്ടിനടുത്ത് താമസിക്കും വിരോധമാണ് പാസ്റ്ററെ എന്നൊന്നും പറയുവാൻ ഇടവരത്തില്ല. നീ ഇരുന്നൊന്ന് പ്രാർത്ഥിച്ച് ആരാധനയുടെ നടുവിൽ വിടുതലെടുക്കുക. ചില സമയത്ത് നമുക്കത് കഴിയാതെ പോകാറുണ്ട്. ഒറ്റയ്ക്ക് ബന്ധനങ്ങൾ അഴിച്ചു കളയോ നമുക്ക് കഴിയാതെ പോകാറുണ്ട്. അപ്പോൾ നമ്മൾ സഹവിശ്വാസികളെയും പാസ്റ്ററെയും സഭയെയും കുടുംബങ്ങളെയും വിളിച്ചിരുത്തി കുടുംബത്തിന് നടുവിൽ നീ പ്രാർത്ഥിച്ച് ആരാധിച്ചാൽ നിനക്ക് വിരോധമായി നിൽക്കുന്ന മാനുഷിക ബന്ധനങ്ങൾ തകർന്നു ഉടഞ്ഞു മാറുവാനിടയായിത്തീരും. അത് ചെയ്താൽ നമ്മുടെ ജീവിതത്തിലേക്ക് മാനുഷിക ബന്ധനങ്ങൾ തകർന്ന് നാം മുന്നേറും. രണ്ടാമതൊരു ബന്ധനമുള്ളത് പൈശാചിക ബന്ധനമാണ്. അത് ഇച്ചിരി പാടുള്ളൊരു കാര്യമാണ്. നമുക്ക് പെന്തക്കോസ്തുകാർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ പൈശാചിക ബന്ധനം എങ്ങനെ മനസ്സിലാക്കുമെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആത്മാവിൽ മനസ്സിലാക്കിയ ഒരാളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അത്യാവശ്യം കോളേജിലൊക്കെ മാസ്റ്റർ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ബൈബിൾ കോളേജിലൊക്കെ പോയത്. ബൈബിൾ കോളേജിലൊക്കെ പോയിട്ട് അഭിഷേകമൊക്കെ പ്രാപിച്ചു. പക്ഷേ അന്യഭാഷ പരസ്യമായിട്ട് പറയേണ്ടതെന്ന് എനിക്കൊരു ഇതുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ മലയാളം ഭാഷ, നമ്മുടെ പിള്ളേരുടെ ഭാഷ പറഞ്ഞ ഒരു ഈഗോ. അപ്പോൾ എനിക്കന്നൊരു സഭയൊക്കെ ഉണ്ട്, ഈ മണ്ണടിക്കോണത്തിനൊരു സഭ. അപ്പം ഞാൻ അത്യാവശ്യം അഭിഷേകത്തിൽ പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ ഭാര്യയ്ക്ക് അതറിയാം. അപ്പോൾ ഞാൻ പക്ഷേ ചർച്ചിൽ പരസ്യമായിട്ട് അന്യഭാഷ പറയാറില്ല. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പറയാറുണ്ട്. അപ്പോൾ എൻ്റെ വിശ്വാസികളെല്ലാം കൂടെ പരസ്പരം ഭയങ്കര സംസാരം. നമ്മുടെ പെന്തക്കോസ്ത് വിശ്വാസികൾക്കുള്ളൊരു ചെറിയ പ്രശ്നമാണ്, പാസ്റ്റർക്ക് അഭിഷേകം ഇല്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ ഭയങ്കര സംസാരമാണ്. അപ്പം ഭാര്യയ്ക്ക് കൃത്യമായിട്ട് അറിയാം, പുള്ളിക്കാർക്ക് അറിയാം ഈ പുള്ളി സംസാരം. അപ്പോൾ ചില സ്ഥലത്തൂടെയൊക്കെ നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പം ചില സ്ഥലത്തൂടെയൊക്കെ പാസ്റ്റർമാർക്ക് അതറിയാം. ചില സ്ഥലത്തൂടെ പോകുമ്പോൾ നമുക്ക് താനെ പ്രാർത്ഥിക്കാൻ തോന്നും. ചില സ്ഥലത്തൂടെയൊക്കെ പോകുമ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് അന്യഭാഷ പറഞ്ഞു. അപ്പം എൻ്റെ ഭാര്യ എന്നോട് ചോദിക്കും, നിങ്ങൾക്ക് ബൈക്കിൽ കയറുമ്പോഴാണ്, അന്ന് എനിക്ക് വേറൊരു ബൈക്കുണ്ടായിരുന്നു, അപ്പോൾ ബൈക്കിൽ കയറുമ്പോഴാണ് അന്യഭാഷ വരുന്നതെന്ന് ഭാര്യ ചോദിക്കാറുണ്ട്. ഞാൻ പറയാം, അത് എൻ്റെ വ്യക്തിപരമായ കാര്യം, അന്യഭാഷ ഞാനും ദൈവവും തമ്മിലുള്ളത്, അതെനിക്ക് മറ്റൊരിടത്ത് കാണിക്കേണ്ട കാര്യം ഇല്ല എന്ന് ഞാൻ പറയാറുണ്ട്. ചില പക്ഷേ നിങ്ങളിൽ ഒരുപക്ഷെ അങ്ങനെ ആരെങ്കിലുമൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. ഇങ്ങനെ പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പോയിരിക്കുമ്പോഴാണ് ഞാൻ നിൽക്കുന്ന ഒരു ബൈബിൾ കോളേജാണ്. അവിടെ ഒരു ഏകദേശം 160ഓളം നോർത്ത് ഇന്ത്യൻ പിള്ളേരാണ് പഠിക്കുന്നത്. അതൊരു നോർത്ത് ഇന്ത്യൻ മിഷന് വേണ്ടി സ്ഥാപിക്കപ്പെട്ടൊരു സ്ഥാപനമാണ്. അപ്പോൾ ഈ പിള്ളേരെ നോർത്ത് ഇന്ത്യയിലൊക്കെ ആക്കാം. പല പ്രാവശ്യം നോർത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്യാറുണ്ട് ഞാൻ. അപ്പോൾ ഒരിക്കൽ ഛത്തീസ്ഗഡ്, ഒറീസയിൽ സുന്ദർഗഡ് ഡിസ്ട്രിക്റ്റിലെ ഒരു ഗ്രാമത്തിൽ ഞാൻ പോയി. അപ്പോൾ ഞാൻ ഏത് മനുഷ്യനാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായല്ലോ അല്ലേ? അഭിഷേകം പ്രാപിച്ചിട്ടുണ്ട്, പക്ഷേ അഭിഷേകം പരസ്യമായിട്ട് പറയുന്നതിൽ
അന്യഭാഷ പരസ്യമായിട്ട് പറയുന്നതിനോട് ഈഗോ ഉള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ അവിടെ ഉള്ളൊരു പാസ്റ്റർ, രണ്ടുപേരും തമ്മിൽ അന്നത്തെ അവിടെ വൈകുന്നേരം ചുമ്മാ അവർ പാസ്റ്റർ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഇരുന്ന സംസാരമാണ്. വിഷയം അഭിഷേകം, അന്യഭാഷയാണ് വിഷയം. ഇതിനെക്കുറിച്ച് ഇവരിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ഈ അവിടെയുള്ള പാസ്റ്റർ കേരളത്തിലുള്ളൊരു പാസ്റ്ററാണ്. ഏകദേശം ഒരു 10 വർഷം മുമ്പ് അവിടെ പോയ ആളാണ്. അപ്പോൾ അദ്ദേഹം അന്യഭാഷയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു സംഭവം പറഞ്ഞു. അദ്ദേഹം നാട്ടിൽ അദ്ദേഹത്തിൻ്റെ ഒരു വീടുണ്ട്. ഇത് പൂട്ടിയിട്ടിട്ടാണ് ഇദ്ദേഹം എന്ത് ചെയ്തത്, ഒറീസയിൽ മിഷണറിയായി പോയിരിക്കുന്നത്. ഇദ്ദേഹം എല്ലാ ദിവസവും ഒറീസയിലാണ് റൂമിൽ കയറിയുന്ന പ്രാർത്ഥിക്കും. രാവിലെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ സമയം 5 മുതൽ ഒരു 6-7 വരെ രാവിലത്തെ പ്രയറാണ്. ഇദ്ദേഹം എല്ലാ ദിവസവും കയറി പ്രാർത്ഥിക്കും. ഒരു ദിവസം ഇദ്ദേഹം ഒറീസയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ കുറേ ഹിന്ദു ദേവന്മാരുടെയും ദേവിമാരുടെ പേരൊക്കെ പറഞ്ഞ് ഭയങ്കര അന്യഭാഷ. ഭാര്യ മക്കളൊക്കെ കേട്ടോണ്ട് എന്ത് പറ്റി, പുള്ളിക്ക് എന്ത് പറ്റി, പ്രാർത്ഥന കഴിഞ്ഞ് വന്നപ്പോൾ ഇദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് പ്രശ്നം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ സാധാരണ പ്രാർത്ഥിക്കും പോലെയാണ് പ്രാർത്ഥിച്ചത്. ആകപ്പാടെ കൺഫ്യൂഷനായി. എന്നാലും ഭാര്യയും മക്കളും മാത്രം കേട്ടല്ലോ, അവർ സംസാരിച്ച് ഈ വിഷയം അങ്ങ് വിട്ടു. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പം കേരളത്തിൽ നിന്ന് അവർക്കൊരു കോൾ വന്നു. ഇവരുടെ വീട്ടിനടുത്ത് തൊട്ടടുത്തൊരു ഹൈന്ദവനായ മനുഷ്യൻ താമസമുണ്ട്. അദ്ദേഹം ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു എന്നാണ് കോൾ. ദുഃഖം തോന്നി, കാരണം വീട്ടിന് തൊട്ടടുത്തുള്ള ആളാണ്, നാട്ടിലുള്ള ഒരു ഹിന്ദു ആയിരിക്കും മനുഷ്യൻ മരിച്ചു. ഈ സംഭവം ഇത് രണ്ടും ഒരേ ദിവസമാണ് നടക്കുന്നത്. ഇദ്ദേഹം അവിടെ അന്യഭാഷ സംസാരിച്ച് പ്രാർത്ഥിക്കുന്നതും ഈ ദേവന്മാരുടെ പേര് പറയുന്നതും ഇദ്ദേഹത്തിൻ്റെ മരണവും ഒരു ദിവസമാണ് സംഭവിക്കുന്നത്. ഇത് സംഭവം കഴിഞ്ഞ് ഇവരെല്ലാം മറന്നു. കുറേ കാലം കഴിഞ്ഞപ്പോൾ ഒരു പ്രവാചകൻ ഇദ്ദേഹത്തിൻ്റെ ഒറീസയിലെ വീട്ടിൽ പോയി. ഇദ്ദേഹത്തോട് ഒരു ദിവസം ദൂത് പറഞ്ഞു ചോദിച്ചു, കർത്തദാസനെ നിങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പം ഒരു ദിവസം ഇങ്ങനെ അന്യഭാഷയിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞു. അദ്ദേഹം ഈ പ്രവാചകൻ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. എന്നിട്ട് അദ്ദേഹം തന്നെ ചോദിച്ചു, അദ്ദേഹത്തിന് ഇദ്ദേഹത്തെ അറിയത്തില്ല, അദ്ദേഹം ചോദിച്ചു നിങ്ങളുടെ വീട്ടിന് അടുത്ത് ഇങ്ങനെ ഒരു വീടുണ്ടോ, നിങ്ങൾക്ക് നാട്ടിൽ ഇങ്ങനെ ഒരു വീടുണ്ടോ? ഉണ്ട്. അത് ലോക്ക്ഡാണോ? ഉണ്ട്. അതിനടുത്ത് ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു? ഉണ്ട്. ഈ വസ്തുവും വീടും സ്വന്തമാക്കാൻ വേണ്ടി ഇവർ പൂട്ടിയിട്ടിട്ട് പോയിരിക്കുകയല്ലേ. അപ്പുറത്തെ പുള്ളി ഇതിനകത്ത് ചാടി കയറി കോളം വരച്ച് മന്ത്രവാദം ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് മറ്റേ പുള്ളി അവിടെ ഇരുന്ന് എന്ത് ചെയ്യുന്നത്, പ്രാർത്ഥിക്കുന്നത്. എവിടെ? ഇത് രണ്ടും പാരലായിട്ട് ഒരേ സമയത്താണ് സംഭവം. ഈ പ്രവാചകൻ പറഞ്ഞു, നിങ്ങളുടെ അധരത്തിൽ നിന്ന് വന്ന അന്യഭാഷയുടെ ശക്തിയാൽ ആഭിചാര മണ്ഡലത്തെ തകർത്ത് കളഞ്ഞ് ആ കുടുംബത്തെ തന്നെ രക്ഷിച്ച ചില മണ്ഡലങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പരിശുദ്ധാത്മാവിൽ ഈ മനുഷ്യൻ ദൂത് പറയുവാനിടയായി തീർന്നു. അന്ന് ഞാനൊരു കാര്യം മനസ്സിലാക്കി, എൻ്റെ അധരത്തിലേക്ക് പരിശുദ്ധാത്മാവ് അന്യഭാഷ തന്നാൽ ഞാൻ സംസാരിക്കണം. കാരണം എൻ്റെ അന്യഭാഷയ്ക്കൊരു ശക്തിയുണ്ട്. ഞാനൊരു കുടുംബത്തിനകത്ത് ചെന്ന് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ അധരത്തിലേക്ക് അന്യഭാഷ വന്ന ഒരുപക്ഷെ ആ കുടുംബത്തിന് വിരോധമായി എഴുതപ്പെട്ടിരിക്കുന്ന ഒരു ആഭിചാരത്തിൻ്റെ മണ്ഡലത്തെ ഉടച്ചു കളയുവാനുള്ള ആത്മശക്തി നിന്റെ അധരത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് പുറപ്പെടുവിക്കുന്നതായിരിക്കും. എന്നെ കേൾക്കുന്ന എൻ്റെ പൈതങ്ങളെ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആത്മനിറവിൽ പ്രാർത്ഥിച്ചാൽ പൈശാചിക മണ്ഡലങ്ങളെ ഉടച്ചു കളയുവാൻ കഴിയും. ഇന്ന് രാത്രി ഞാൻ പറയാം, നമുക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന രണ്ടാമത്തെ മണ്ഡലം അത് പൈശാചിക മണ്ഡലമാണ്. അതിനെ തകർച്ചു കളയുവാൻ ആത്മപകർച്ചയ്ക്ക് കഴിയത്തുള്ളൂ. അതിനെ തകർച്ചു കളയുവാൻ നിന്റെ ആധരത്തിന്മേൽ വെളിപ്പെടുന്ന അന്യഭാഷയുടെ ശക്തിക്ക് കഴിയത്തുള്ളൂ. ഇന്ന് രാത്രി ഒന്ന് ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊട്. ഉടകനകരകം ജാതവരൗഡ അത്തറ് ഷാതൽ പൗഡ രഗത്തുരാദമന വീരവരൗഡ രഗൽഖനെ ശാന്തരാദമന ഉടകം ദാരം വീരവരൗഡം അത്തൽ താരം വീരവരൗഡ ഷാഥ രാജ ഉടകം ദാനം വീരവരൗഡം അത്തൽ പൗഡം രാജ പൗഡെ ഷാഥെ രാജെ വീര പൗഡെ ആന്തരാദമന റിഗൽ ഖരാദമന ഷാധര ഉടകം രാജവരൗഡം വീരവരൗഡെ അത്യ രാജ ഷാഥ രാജ വീര പൗഡ ദീന പൗഡ രേഖേ തേനെ ശേഥൽ കനകെ റൂഗത്തരകം രാജവരൗഡം ദാനവരൗഡക രഗദന ഗരകെ ആത്തൽ പൗഡെ റീബ രാജ ഷാഥൽ കരഗദ നഗരകം റീഖത്തുനഗരഗത്തുര മനകം രാജവരൗഡെ അന്ത്യ രാജ ബൗഡ രാജ വീര ധാന ഉടകം ദാനം വീര പൗഡം ഷാദ പൗഡെ ധീരം ദാനം ഷാഥൽ കനകം രാജവരൗഡ രഗത്തുരാദമന വീരവരൗഡെ രഗത്തുരാദമന അഥരേദമനഗരഗൽ ഖനാരകം ശിധരഗനഗരകം വീരവരൗഢ
അധരദമനഗരകൽഖന റികൽഖനകെ ശാന്തരാദമന റികൽഖോറിയാന്തര ശത്തുരമനഗരകം രാജബരൗഡം വീരബരൗഡാരകത്തുരമനഗരകം ശാന്തൽ പ്രൗഢെ വീരപ്രൗഢാരകത്തരമനഗരകെ ശാതൽ കുരേധനെ റീകത്തുരമന രകൽഖന രകത്തുരമനഗരകെ ശാധന രകൽഖന ഉടകം ദാനവരൗഢാരകൽഖനെ. ഇന്ന് രാത്രി നാം ഒന്ന് ദൈവകരങ്ങളിലേക്ക് കൊടുക്കാം. ഞാൻ പിന്നീട് എൻ്റെ ജീവിതത്തിൽ ആത്മാവിൽ മനസ്സിലാക്കിയ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഈ സംഭവം ഞാൻ കേൾക്കുന്നത് ഈ വിശ്വാസത്തോടുകൂടി. ഞാൻ അന്യഭാഷയിൽ ഉറച്ച് സംസാരിക്കരുത് എന്ന് വിശ്വസിച്ചിരുന്നാണ് ഈ കാര്യം കേൾക്കുന്നത്. പക്ഷേ ഞാൻ അന്ന് ദൈവം എന്നെ പഠിപ്പിച്ചൊരു പാഠമുണ്ട്. ഞാൻ എൻ്റെ ഭവനത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചാൽ എൻ്റെ അധരത്തിലേക്ക് പരിശുദ്ധാത്മാവ് അന്യഭാഷ തന്നാൽ ഞാൻ പറഞ്ഞ് പറ്റത്തുള്ള. കാരണം എൻ്റെ അന്യഭാഷയുടെ ശക്തിയാൽ ആ കുടുംബത്തിന് വിരോധമായി എഴുതപ്പെട്ടിരിക്കുന്ന ചില അന്ധകാര മണ്ഡലങ്ങളെ അഴിച്ചു കളയുവാൻ പരിശുദ്ധാത്മാവിന് കഴിയുമെന്ന് എന്നെ പഠിപ്പിച്ച വലിയൊരു സത്യമാണ് ഞാൻ അന്ന് മനസ്സിലാക്കിയത്. ഇന്ന് രാത്രി ദൈവമക്കളൊന്ന് യേശുവിനോട് പറ, കർത്താവേ, എൻ്റെ അധരത്തിലേക്ക് നീ അന്യഭാഷ തന്നാൽ ഞാൻ അന്യഭാഷ പറഞ്ഞു പ്രാർത്ഥിക്കും. ഞങ്ങൾക്ക് വിരോധമായി എഴുതപ്പെട്ടിരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ തകർക്കുവാനുള്ള ഒരു ആത്മപകർച്ചയാണതെന്ന് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ഉൾക്കൊള്ളുന്നു. കർത്താവേ, ഹല്ലേലൂയ. അന്യഭാഷയും അഭിഷേകവും പ്രാപിച്ച ദൈവമക്കൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. കാരണം നിങ്ങളുടെ സഹോദരൻ്റെ ഭവനത്തിൽ നിങ്ങൾ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ഭവനത്തിന് വിരോധമായി എഴുതപ്പെട്ടിരിക്കുന്ന അന്ധകാര മണ്ഡലങ്ങളെ മായ്ച്ചു കളയുവാൻ നിങ്ങളുടെ അന്യഭാഷയ്ക്ക് കഴിയും. ഹല്ലേലൂയ. അത് നാം വിശ്വസിച്ച് തന്നെ പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ കുടുംബത്തിന് വിരോധമായി എഴുതപ്പെട്ടിരിക്കുന്ന അന്ധകാര മണ്ഡലങ്ങളെ അഴിച്ചു കളയുവാൻ അഭിഷേകത്തിന് കഴിയും. ഒരുപക്ഷെ നിങ്ങളതിന് പുതിയ നിയമത്തെ നമ്മൾ വളരെ ക്ലോസായിട്ട് പഠിച്ചാൽ പത്രോസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് മരണഭയമുള്ളവനായിരുന്നു പത്രോസ്. ഈ ഓരോന്നും ഓരോ പിശാചാണ്. ഭയവും ഒരു തരത്തിലുള്ള അന്ധകാര മണ്ഡലമാണ്. ഈ യേശുവിൻ്റെ കൂടെയുള്ള ആളാണോ പത്രോസ് എന്ന് അന്ന് യേശുവിൻ്റെ ക്രൂശീകരണ സമയത്ത് ഒരു സ്ത്രീയും മറ്റു പലരും ഇദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ അവനെ ഒരു നാളും അറിയുന്നില്ല. യേശു അതിനു മുമ്പ് അതിനെക്കുറിച്ച് പ്രവചിച്ച് പറഞ്ഞത് അതാണ്. നാളെ നേരം പുലരുന്നതിന് മുമ്പ് നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയും. കോഴി കൂകുന്നതിന് മുമ്പ് നീ എന്നെ തള്ളിപ്പറയുമെന്ന് പറഞ്ഞതിന് സാരമെന്നാണ്. പത്രോസ് പറഞ്ഞു, ഞാനിവനെ അറിയുന്നില്ല. പത്രോസിൻ്റെ ഉള്ളിലെ ഭയമാണ് യേശുവിൻ്റെ ശിഷ്യനാണെന്ന് പറയുവാൻ പത്രോസിന് ഭയമായിരുന്നു. പക്ഷേ പെന്തക്കോസ്ത് നാൾ, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം, ഇവരെല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു, അഭിഷേകം പ്രാപിച്ചു, അന്യഭാഷയിൽ സംസാരിച്ചു. തൊട്ടടുത്ത് നമ്മൾ കാണുന്ന പത്രോസ്, നിങ്ങൾ വേണമെങ്കിൽ എന്നെ കൊല്ലുന്നു, ഞാൻ നിങ്ങൾ ക്രൂശിച്ച ഈ കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് ഒറ്റ വാക്കിൽ 3000 പേരോട് 3000-ലധികം പേരുണ്ടായിരുന്നു. ഒറ്റ പ്രസംഗത്തിലൂടെ 3000 പേർ മാനസാന്തരപ്പെട്ടു എന്നാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. അതായത് മരണഭയത്താൽ നിന്നൊരു പത്രോസിൻ്റെ നടുവിലേക്ക് ആത്മാഭിഷേകം ഇറങ്ങിയപ്പോൾ, ഞാൻ ഇനി മരണത്തെ ഭയപ്പെടുന്നില്ല, ഞാൻ യേശുവിന് വേണ്ടി നിൽക്കുവാൻ തയ്യാറാണെന്ന് തൻ്റെ ജീവിതത്തിൽ പിശാച് ബന്ധിച്ചിരുന്ന ഭയമെന്ന ആത്മാവിനെ തകർത്ത് കളയുവാൻ ആ ആത്മാഭിഷേകത്തിന് കഴിഞ്ഞു എങ്കിൽ നിന്റെ ജീവിതത്തെ ബന്ധിച്ചിരിക്കുന്ന അന്ധകാര മണ്ഡലങ്ങളെ ഉടച്ചു കളയുവാൻ നിന്റെ മേൽ വീഴുന്ന അഭിഷേകത്തിന്